ഓക്കെ. സോ എല്ലാവർക്കും ഒന്നുകൂടെ വെൽക്കം. നമ്മളുടെ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഈ ഓൺലൈൻ ഓറിയന്റേഷനിലെ മെന്ററിംഗ് സെഷൻസിന്റെ. സോ ടുഡേ നമ്മൾക്കൊരു Q&A സെഷൻ ആണുള്ളത്. ആസ്ക് മീ എനിത്തിങ്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മളുടെ ടോപ്പ് 43 വന്ന എല്ലാ ടീമിനും കൺഗ്രാറ്റുലേഷൻസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഫ്രോം അവർ ഓർഗനൈസേഴ്സ് സൈഡ്. സോ എല്ലാവർക്കും വെൽക്കം ടു ദി സൃഷ്ടി ഫൈനലിസ്റ്റ് ടീം. ആൻഡ് ഇന്നലെ നമ്മൾക്കൊരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അത് വാച്ച് ചെയ്യാൻ പറ്റാതിരുന്ന ടീമിലുള്ള കുട്ടികൾ, നിങ്ങളെല്ലാവരും ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ പോയിട്ട് വീണ്ടും വാച്ച് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസ് ആണ് നിങ്ങളെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്നുകൂടി ഞാൻ നമ്മുടെ ഈ ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഐ ഹോപ്പ് ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിസിപ്പൻസും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങളുടെ ഏതെങ്കിലും ടീംമേറ്റ്സ് ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് അവരെയും ആഡ് ചെയ്യുക. ടീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ട് അവരെ അഡ്മിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റിമൈൻഡർ ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 21-ാം തീയതി മേക്കത്തോൺ ഡേ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ മേക്കത്തോണിന്റെ അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യാനുള്ള ഹാർഡ്വെയറും ബാക്കി ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് വെന്യൂവിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ഓൺലൈൻ ഫേസിൽ സബ്മിറ്റ് ചെയ്ത ഐഡിയ ആയിരിക്കില്ല നിങ്ങളുടെ ഓൺലൈൻ ഫേസ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മേക്കത്തോണിൽ അന്ന് മേക്കത്തോൺ ഡേയിൽ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് പ്രോബ്ലവും ഒരു ഡിഫറെന്റ് സൊല്യൂഷനും ആയിരിക്കും. അപ്പൊ അത് എന്ത് പ്രോബ്ലം ആണെന്നുള്ളത് നിങ്ങൾക്ക് മേക്കത്തോൺ ഡേയിൽ അന്ന് രാവിലെ നമ്മൾ മേക്കത്തോൺ വെന്യൂവിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നത്. ആൻഡ് അവിടെ നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെന്റ്സ്, ഹാർഡ്വെയർ എല്ലാം നമുക്ക് അവിടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ എക്സ്റ്റേണലി കൊണ്ടുവരുന്ന ഹാർഡ്വെയർസ് ഒന്നും അലോ ചെയ്യുന്നുമില്ല. സോ എനിക്ക് കുറച്ച് ടീമിന്റെ അടുത്ത് നിന്ന് ഒരു ലൈക്ക് വാട്സാപ്പിലൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടിയ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആയിരുന്നു, സർ നമ്മൾക്ക് നമ്മളുടെ റാസ്ബെറി പൈ കൊണ്ടുവരാമോ, നമ്മൾക്ക് നമ്മളുടെ മൈക്രോ കൺട്രോളർ കൊണ്ടുവരാമോ എന്നൊക്കെ. സോ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഒന്നും നമ്മൾ അലോ ചെയ്യില്ല. നിങ്ങൾക്ക് വേണ്ട ഹാർഡ്വെയർ കിറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമിലുള്ള കുട്ടികൾക്കും ഒരു അൺബയാസ്ഡ് ആയിട്ട് ഒരു കോമൺ ഗ്രൂപ്പ് ഓഫ് ഹാർഡ്വെയർ കിട്ടുന്നു. അത് നിങ്ങൾക്കെല്ലാം ഈക്വൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എൻഷുർ ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അത് ഒരു കാര്യം. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് മേക്കത്തോൺ ഡേയിൽ അന്ന് രാവിലെ അവിടെ വെച്ചിട്ടായിരിക്കും റിവീൽ ചെയ്യുന്നത്. ഓക്കെ. വേറെ നേരത്തെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പ്രോജക്ട്സ് ആയിരിക്കില്ല ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻ പോയിന്റ്സ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 50 പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്തിട്ട് പുതുതായിട്ട് വന്നവർക്ക് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്, ഇന്നലെ നമ്മളുടെ ഓൺലൈനിൽ ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഇപ്പം നടക്കാൻ പോകുന്ന ഓൺലൈൻ മെന്ററിംഗ് സെഷൻസിന്റെ ആണെങ്കിലും മേക്കത്തോൺ ഡേയിൽ നടക്കുന്ന ഇവന്റ്സിന്റെ ഷെഡ്യൂൾ ആണെങ്കിലും ഒക്കെ നമ്മൾ ഓറിയന്റേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ആ വീഡിയോ കാണാം. ഓക്കെ, നമുക്കപ്പം ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് മീൻസ് നമ്മൾ ഈ മീറ്റിംഗ് ഒരു പ്രത്യേക രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കും ബൈ ഡിഫോൾട്ട് ആയിട്ട് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളെല്ലാം മ്യൂട്ടഡ് ആണ്. ജോയിൻ ചെയ്യുന്ന എല്ലാ പാർട്ടിസിപ്പൻസും മ്യൂട്ടഡ് ആയിരിക്കും. നിങ്ങൾക്ക് ചാറ്റിൽ മെസ്സേജസ് എപ്പോഴും ഇടാൻ പറ്റും. നമുക്ക് ചാറ്റ് മോഡറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നിങ്ങളുടെ ചാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ചാറ്റിൽ തരുന്നുണ്ടാവും. ബട്ട് നിങ്ങൾക്ക് അല്ലാതെ നമ്മളോട് വൺ ഓൺ വൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് മെയിൻലി ഒരു സെഷൻ. സോ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡൗട്ട് ഉള്ള അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റുഡൻസ് നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. നിങ്ങളപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആരാണ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പം അതിന്റെ ഓർഡറിൽ ആരാണോ ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുന്നത് അവരെ നമ്മൾ നമ്മളുടെ സൈഡിൽ നിന്ന് അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ഡൗട്ട് അല്ല, രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഒന്നിച്ച് ചോദിക്കുക. ബിക്കോസ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ക്വയറി ചോദിച്ചു കഴിയുമ്പോഴും നമ്മൾ വീണ്ടും നിങ്ങളെ മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. വീണ്ടും ഒരു ഡൗട്ട് പുതുതായിട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഹാൻഡ്സ് അപ്പ് ആക്കാം. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടേൺ വരുമ്പോൾ വീണ്ടും നമ്മൾ അൺമ്യൂട്ട് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാനും പറ്റും. ഓക്കെ. സോ അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. യു ആർ ഓൾ വെൽക്കം ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ
നമ്മളുടെ ഇവന്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മെന്ററിങ് സെഷൻസ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ എന്ത് ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസും നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ആസ്ക് മീ എനിത്തിങ് സെഷനിൽ നമ്മളോട് ചോദിക്കാം. ഇപ്പം ഞാനിവിടെ ഉണ്ട്. എൻ്റെ പേര് പ്രണവ് എന്നാണ്. നമ്മുടെ കൂടെ നമ്മളുടെ ഓർഗനൈസിങ് ടീമിൽ നിന്ന് ഗായത്രി മണിക്കുട്ടി മാം ഉണ്ട്, അർച്ചന മാം ഉണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആരാന്ന് വെച്ചാൽ വിൽ ടേക്ക് ടേൺസ് ആൻഡ് ഹൂവർ ഇസ് ആപ്റ്റ് നമ്മൾ വിൽ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഹാൻഡ്സ് റൈസ് ചെയ്യാം. So we'll start with Devajit. Devajit, we will unmute you. Devajit has posted a question in the group. So Devajit, please unmute yourself and ask the question. സർ, Yes. അതായത് ആ കിറ്റിലുണ്ടാവുന്ന കോമ്പണൻസ് എന്തെല്ലാമായിരിക്കും എന്ന് അറിയാനായിരുന്നു. ഓക്കെ, നമ്മൾക്ക് ഹാർഡ്വെയർ തരുന്ന കിറ്റിലെ കോമ്പണൻസ് അല്ലേ? ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഈ കോമ്പണൻസിന്റെ ലിസ്റ്റ് നമുക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ഞാൻ ആ ലിസ്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. പ്ലസ് നമ്മളുടെ വെബ്സൈറ്റിൽ ഇത് ഞങ്ങൾ ആഡ് ചെയ്തിട്ട് അതിന്റെ ലിങ്കും കൂടി നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ലൈക്ക് ഇൻ ദി നെക്സ്റ്റ് 2 days നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഒരു ക്വിക്ലി പറയുകയാണെങ്കിൽ ഓർഡിനോ ആണ് നമ്മൾ മൈക്രോ കൺട്രോളർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലസ് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സെൻസേഴ്സ് ഉണ്ട്. പ്ലസ് പ്രോട്ടോടൈപ്പിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ സോൾഡറിങ് ചെയ്യണമെങ്കിൽ സോൾഡറിങ്ങിനുള്ള ഒരു ബൂത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള ഒരു ബൂത്ത് ഉണ്ടായിരിക്കും, ഡ്രിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ബൂത്ത് ഉണ്ടായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈക്ക് കാർഡ് ബോർഡ്സ്, തെർമോകോൾ ബോർഡ്സ്, PVC പൈപ്പ് തുടങ്ങിയിട്ടുള്ള കോമൺ ആയിട്ട് ചാർട്ട് പേപ്പേഴ്സ്, സ്കെച്ച് പെൻസ് എന്നൊക്കെയുള്ള കോമൺ ആയിട്ട് പ്രോട്ടോടൈപ്പിങ്ങിന് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മളുടെ വെന്യൂവിൽ എല്ലാ ടീമുകൾക്കും വേണ്ടത്ര ക്വാണ്ടിറ്റിയിൽ ഇറ്റ് ഇസ് അവൈലബിൾ. സോ അതെല്ലാം ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന. ഈച്ച് കമ്പോണന്റ് എന്താന്നുള്ള ഒരു കമ്പോണന്റ് വൈസ് ഡീറ്റെയിൽസ് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇന്നോ നാളെയോ നിങ്ങൾക്ക് നമ്മളുടെ പാർട്ടിസിപ്പൻസിന്റെ ഫൈനലിസ്റ്റിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. Okay. Also, on the day of the event, on Sunday, 21st of September, you will also have an access to a mentor. The mentor will be an engineering college student. So you can ask questions regarding the solution. You can ask some help from the mentor, but you cannot ask the mentor to do your project. If you can translate that. സോ മാം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ടീമിലും നമുക്ക് 43 ടീം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടീമിനും ഒരു മെന്റർ ആയിട്ട് ഒരു ആൾ നമ്മൾ അസൈൻ ചെയ്യും. അതൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കും. നമ്മളുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ IEEE പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരു വോളണ്ടിയർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവർ നിങ്ങളെ ബാക്കി വെന്യൂവിൽ എന്തൊക്കെ ഹെൽപ്പ് വേണം, ഇപ്പൊ നിങ്ങൾക്കൊരു പ്രോട്ടോടൈപ്പിംഗ് ബൂത്ത് അല്ലെങ്കിൽ ഒരു സോൾഡറിങ് ചെയ്യുന്ന അവിടെ എവിടെയാണ് സോൾഡർ ചെയ്യേണ്ടത്, എവിടെയാണ് ഈ കമ്പോണന്റ് ഉള്ളത്, അങ്ങനെയുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ട്സും ഗൈഡൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ടീമിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വോളണ്ടിയർ അസൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ നിങ്ങളുടെ ഐഡിയേഷനിലോ പ്രോട്ടോടൈപ്പിങ്ങിലോ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. കാര്യം നിങ്ങൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ഗൈഡൻസ് ലൈക്ക് എവിടെ എന്താണ്, ഹു ആർ അവൈലബിൾ, വേർ വിൽ യു ഗെറ്റ് ഹെൽപ്പ്, വേർ വിൽ യു ഗെറ്റ് വാട്ട് എവർ യു നീഡ്, അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു മെന്റർ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ അന്ന് അവിടെ നിങ്ങളുടെ കൂടെ ഫിസിക്കലി ആ മെന്ററും പ്രസന്റ് ആയിരിക്കും. മാത്രമല്ല ഈ ഓൺലൈൻ സെഷൻസിന്റെ ഇടയിൽ നിങ്ങൾക്ക് നമ്മളിപ്പം അടുത്തൊരു 1-2 ദിവസത്തിൽ അവരെ അസൈൻ ചെയ്യും. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വെന്യൂവിലേക്ക് എത്താനും പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും തിരിച്ചു പോകുന്ന സമയത്തൊക്കെ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഗൈഡ് ചെയ്യാൻ എവറി ടീം വിൽ ഹാവ് വൺ മെന്റർ. ഓക്കെ. Another question. Yes. Another question that was posted in the group was, can we use ChatGPT? So yes, you can use ChatGPT, but you must know that ChatGPT is not always correct. So if you use ChatGPT and it gives you an error, your program may not work. If it doesn't work, then you have to debug your program yourself. You cannot call the organizers and ask us to debug your program. Yeah, another question which just came, ma'am, is, sir, will charging points be available? Yeah, charging. 1 second, Pranav. Yes. Can you translate whatever I said before you go to the next question in Malayalam? Ah, GPT.
ഓക്കെ. സോ മാം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളത് റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. പക്ഷെ ചാറ്റ് ജി പി ടി എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് തരണമെന്നില്ല. അപ്പം അത് നിങ്ങളുടെ യു ഹാവ് ടു തിങ്ക്, നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഇന്നോവേഷൻ ആണ് നമ്മളിവിടെ എന്താ ചെയ്യുക, ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പുതുതായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരിക, അതിനെ ഒരു പ്രോട്ടോടൈപ്പ് ആക്കി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട. സോ അതിൽ ഫോക്കസ് ചെയ്യുക. ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഒക്കെ നിങ്ങൾക്ക് സപ്പോർട്ടിനായി യൂസ് ചെയ്യാം. അതൊന്നും നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ, ചാർജിങ് പോർട്സ് അവൈലബിൾ ആയിരിക്കും എന്നാണ്. ഓഫ് കോഴ്സ് ചാർജിങ് പോയിന്റ്സ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞോന്ന് ഓർക്കുന്നില്ല, എല്ലാ ടീമിലുള്ള സ്റ്റുഡൻസും നിങ്ങളുടെ ലാപ്ടോപ്സ് ക്യാരി ചെയ്യുക. വേറെ ഹാർഡ്വെയർ ആയിട്ടുള്ളതെല്ലാം, ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ചാർട്ട് പേപ്പേഴ്സ്, കാർഡ് ബോർഡ്സ് അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പ്രോട്ടോടൈപ്പിങ്ങിനുള്ള എല്ലാ കോമ്പണൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് നിങ്ങളുടെ ലാപ്ടോപ്സ് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ കോഡ് ചെയ്യാനുള്ള ഡിവൈസ് അത് നിങ്ങൾ തന്നെ കൊണ്ടുവരാം. അപ്പൊ എല്ലാ ടീമിലും അറ്റ്ലീസ്റ്റ് ഒരു ലാപ്ടോപ്പ് എങ്കിലും നിങ്ങൾ കൊണ്ടുവരാം. ഒന്നിൽ കൂടുതൽ ലാപ്ടോപ്സ് കൊണ്ടുവരാമെങ്കിൽ മൾട്ടിപ്പിൾ ലാപ്ടോപ്സ് കൊണ്ടുവരാം. നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ്സ്, എക്സ്റ്റൻഷൻ കോഡ്സ് ഒക്കെ വെന്യൂവിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വേറെ ക്വസ്റ്റ്യൻസ് സർ? ഓക്കെ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. വിൽ ബി 3D printer or something like that will be available for making prototypes? ഇല്ല, നമുക്ക് വെന്യൂവിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോടൈപ്പിംഗ് വേണ്ടി നിങ്ങൾക്ക് തരുന്ന കോമ്പണൻസിൽ 3D പ്രിന്റർ ഇല്ല. 3D പ്രിന്റർ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് പകരം കാർഡ്ബോർഡും ചാർട്ട് പേപ്പേഴ്സും ഗ്ലൂ ഗണ്ണും പിന്നെ എന്താ ഐസ്ക്രീം സ്റ്റിക്സ്, ടൂത്ത് പിക്സ് അങ്ങനെയൊക്കെയുള്ള നമ്മൾ കോമൺ ആയിട്ട് ട്രഡീഷണൽ ആയിട്ടും പ്രോട്ടോടൈപ്പ് ചെയ്യാൻ സ്റ്റുഡൻസ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഹാർഡ്വെയറും ലൈക്ക് ഇൻസുലേഷൻ PVC ടേപ്പ്, pipes. PVC പൈപ്പ്, റോപ്സ് അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 3D പ്രിന്റിംഗ് അല്ലെങ്കിൽ 3D പ്രിന്റർ നമ്മളുടെ വെന്യൂവിൽ ഉണ്ടാവില്ല. Sir, will there be Wi-Fi available and tools like solder gun and hot glue or body materials like cardboard? Yes, yes. അതാണ് ഞാൻ പറഞ്ഞത്. വൈഫൈ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വൈഫൈയുടെ ആക്സസും തരും. ആൻഡ് സോൾഡറിങ് സ്റ്റേഷൻ തന്നെ നമ്മളവിടെ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഗ്ലൂ ഗൺ ഉണ്ടാവും. ബോഡി മെറ്റീരിയൽസ് ലൈക്ക് കാർഡ്ബോർഡ്, തെർമോകോൾ ബോർഡ്സ് ഉണ്ടായിരിക്കും. PVC പൈപ്സ് ഒക്കെ ഉണ്ടായിരിക്കും. സോ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഷമിൽ ചോദിച്ച ക്വസ്റ്റ്യനിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കും. അമൻ ചോദിക്കുന്നത് വിൽ ദി മൈക്രോ കൺട്രോളർ അവൈലബിൾ? അതെ, മൈക്രോ കൺട്രോളർ ആയിട്ട് നമ്മൾ ഓർഡിനോ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓർഡിനോ എല്ലാ ടീമിനും ഓരോ ഓർഡിനോ വീതവും, ഓർഡിനോയും ഒരു സെൻസർ കിട്ടും. സോ ഓരോ ടീമിനും ഈ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. അല്ലാതെ ഈച്ച് ടീമിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഹാർഡ്വെയർ കിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹാർഡ്വെയർ കിറ്റിലെ എല്ലാ ടീമിനും ഒരു മൈക്രോ കൺട്രോളർ ആയിട്ട് ഓർഡിനോ ഉണ്ടായിരിക്കും. ഓർഡിനോയെ സപ്പോർട്ട് ചെയ്യുന്ന സെൻസേഴ്സും വയേഴ്സും കേബിൾസ് ഒക്കെ, ചെറിയ ഗിയർഡ് മോട്ടോഴ്സ്, അതുപോലെ ഒരുവിധം നമ്മൾ തരാൻ പോകുന്ന എന്ത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണോ അതിന് പോസിബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് കോമൺ ആയിട്ടുള്ള എല്ലാ പ്രോട്ടോടൈപ്പിംഗ് ഡിവൈസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് എല്ലാ സ്റ്റുഡൻസിനും സെയിം കോമ്പണൻസ് ആയിരിക്കും കിട്ടുക. സോ നിങ്ങളെല്ലാം ഒരു ഈക്വൽ ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. സോ അതാകുമ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾ ആ സെയിം ഒരു ഫെസിലിറ്റി യൂസ് ചെയ്ത് എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചാലഞ്ച് തന്നെ. ഓക്കെ. സോ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ, നമ്മൾക്ക് മൈക്രോ കൺട്രോളർ ഉണ്ട്. ഓർഡിനോ ആയിരിക്കും നിങ്ങൾക്ക് തരുന്ന മൈക്രോ കൺട്രോളർ. അപ്പൊ നിങ്ങൾ ലാപ്ടോപ്പ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡിനോ IDE ഒക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊണ്ടുവരാം. ഷാമിൽ ചോദിക്കുന്നു, isn't there chance for Wi-Fi to be slow because of too many users? നമ്മൾ ഒരു വൈഫൈയിലല്ല എല്ലാവരെയും കണക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് മൾട്ടിപ്പിൾ വൈഫൈ റൗട്ടേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഓരോ ക്ലസ്റ്ററിൽ നിങ്ങൾ എവിടെയാണോ അവിടെ ഹാളിൽ ഇരിക്കുന്നത് അത് ഓരോ കോർണേഴ്സിൽ ഓരോ ക്ലസ്റ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വൈഫൈ റൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് തരും. അപ്പൊ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. വൈഫൈക്ക് സ്പീഡ് ഉണ്ട് എന്നുള്ളത് വിൽ എൻഷുർ ദാറ്റ്. Also, you are coming to Amrita University. It is a university and it is not a public location, right? So in the university, there are many students who connect to the Wi-Fi every day. Now, this competition is on a Sunday, so the university is not working. So you will get the same bandwidth that all our university students are getting. So Wi-Fi should not be a problem.
സോ മാം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫൈനൽ നടക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്, ആയിരക്കണക്കിന് സ്റ്റുഡൻസ് പഠിക്കുന്ന ക്യാമ്പസാണ്. എല്ലാവർക്കും അമൃതയുടെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആക്സസ് ഉണ്ട്. സോ അമൃത കണക്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇത്രയും സ്റ്റുഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈഫൈ ഫെസിലിറ്റിയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ കോമ്പറ്റീഷൻ നടക്കുന്നത് ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റുഡൻസ് ഉണ്ടാവില്ല, അന്നൊരു അവധി ദിവസം. സോ ഈ ഫുൾ ബാൻഡ് വിഡ്ത്തും നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾക്ക് മാക്സിമം എത്ര കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും? ഒരു 200 കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ 150 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഇത് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ബാൻഡ് വിഡ്ത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈസ് ദർ എ ടൈം ലിമിറ്റ് ടു മേക്ക് ദി പ്രോജക്ട് ഓഫ് യെസ് വാട്ട് ദി ടൈം ലിമിറ്റ്? സോ നിങ്ങൾ ഇന്നലെ ഞാൻ ആ പ്രസന്റേഷൻ സ്ലൈഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഇന്നലത്തെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ, ഓറിയന്റേഷൻ വീഡിയോ പോയി കാണാം. ഇതിൽ കുറെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, മേക്കത്തോൺ ഡേയുടെ ഒരു ഷെഡ്യൂള് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഒരു 9:45 തൊട്ട് ഒരു 3 o'clock, ആഫ്റ്റർനൂൺ 3 o'clock, മോർണിംഗ് 9:45 തൊട്ട് ആഫ്റ്റർനൂൺ 3 o'clock വരെ നിങ്ങളുടെ പ്രോട്ടോടൈപ്പിംഗ് സെഷൻ ആയിരിക്കും നടക്കുക. സോ നിങ്ങൾക്കൊരു 5 to 6 hours പ്രോട്ടോടൈപ്പിങ്ങിനായിട്ട് മേക്കത്തോൺ ഡേയിൽ കിട്ടും. ഓക്കെ, ആ ഒരു 3 മണി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ഹാർഡ് ലിമിറ്റ് വെക്കും. അപ്പം നമ്മൾ എല്ലാവരും പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് നിർത്തും. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടക്കുവാണല്ലോ. അവിടെ നമ്മളെപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്കെല്ലാം ഒരു മെന്റർ ഉണ്ട്. സോ നമ്മൾ നിങ്ങളെ ഓൺ റെഗുലർ ഇന്റർവെൽസ് ടൈം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് വിൽ റിമൈൻഡ് യു. So it is important that you divide the work. So everybody has a team of 2 or 3 students. So overtharum, you must do different tasks. So if one is building, another is coding, something like that, so that you can maximum use the time effectively. If all of you do the same thing, then you will not finish this project. You have to be you have to be very cognizant of the time. There is also one more aspect. You have to make a business pitch. You have to pretend as if somebody is going to give you money to make this product, make it bigger and better. So how will you make a business pitch? To learn that, we will have a training session. So you must definitely attend the training session so that you learn how to make a business pitch. So you must divide your work properly. Somebody will be building, somebody will be coding, and somebody can make the business pitch. Now, having said that, one more thing you must remember is you do not need to use hardware. ഇത് ചെയ്തേ പറ്റൂ അങ്ങനെയല്ല. But if you want to make it more impressive, you can use it. If you make a complete software solution also, that option is there. But we will look at the innovativeness of your solution. യാ, സോ മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ സമയമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. സോ അതുകൊണ്ട് നിങ്ങളുടെ വർക്ക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ടൈമിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം വർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. ഓരോ ടാസ്കും ഓരോ ടീം മെമ്പറിനെ അസൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ആ 5 മണിക്കൂറിൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ 6 മണിക്കൂറിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫുൾ ഐഡിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഐഡിയ മാത്രമല്ല, നിങ്ങളൊരു ബിസിനസ് പിച്ചും ഇതിന്റെ കൂടെ ചെയ്യണം. അപ്പം നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ ഐഡിയേറ്റ് ചെയ്തെടുക്കുക, അത് പ്രോട്ടോടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആ പ്രോട്ടോടൈപ്പിനെ ഒരു ബിസിനസ് ആയിട്ട് പിച്ച് ചെയ്യുക. അപ്പം ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി, അപ്പം ആ സൊല്യൂഷൻ എങ്ങനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും, എങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കും, അതൊക്കെയാണ് ബിസിനസ് പിച്ചിങ്ങിൽ വരുന്നത്. അപ്പം ബിസിനസ് പിച്ചിങ്ങിൽ വരുന്ന എന്തൊക്കെ ആസ്പെക്ട്സ് ആണ്, അതെങ്ങനെ ഒരു ബിസിനസ് പിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും, കുറേ കുട്ടികൾക്ക് അറിയായിരിക്കും. അതറിയാത്തവർക്കും ഇപ്പം അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് നന്നായി കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ മെന്ററിങ് സെഷൻസ് നടക്കുന്നുണ്ട്. സോ അപ്പം ഇന്നലെ നമ്മുടെ യൂട്യൂബ് ലൈവിൽ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ അത് പോയി കാണുക. ഓരോ ദിവസവും, ഇന്ന് തൊട്ട് നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും നമുക്ക് ഫ്രൈഡേ വരെ മെന്ററിങ് സെഷൻസ് ഉണ്ട്. ഫ്രൈഡേയിലെ ലാസ്റ്റ് ഇതുപോലെ ഒരു Q&A സെഷനാണ് വീണ്ടും വരുന്നത്. സോ ഓരോ ദിവസത്തെ സെഷൻ ഏതാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാ സ്റ്റുഡൻസും എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഈ എല്ലാ സെഷൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു സ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്കില്ലിൽ ഒരു പുതിയൊരു കോൺസെപ്റ്റ് നിങ്ങൾ അതിൽ പഠിക്കുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് മേക്കത്തോൺ ഡേയിൽ യൂസ്ഫുൾ ആയിട്ട് വരും. എസ്പെഷ്യലി ബിസിനസ് പിച്ചൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ മെന്ററിങ് സെഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ കറക്റ്റായിട്ട് ടീം മാനേജ് ചെയ്യുക, ഈ ബിസിനസ് പിച്ചിനും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക.
the next question is, can we use a smartphone? So the answer is yes and no. Yes, you can use the smartphone if you are using it to do any Wi-Fi connection, or you are going to use that for that reason. Or if you are developing an app and you want to show us the app on the smartphone, you can. But can you use the hardware of the smartphone? Can you use the accelerometer in the smartphone? No. You have to use the hardware that we are providing to you. ഓക്കെ, മനസ്സിലായോ? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാമോ എന്നായിരുന്നു ചോദ്യം. സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും പറയാം, ഉപയോഗിച്ചുകൂടാ എന്നും പറയാം. ബിക്കോസ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റിന് സ്പീഡ് ഇല്ലാന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്പോട്ട് ടെതറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ്, നേരത്തെ മാം പറഞ്ഞു നമുക്ക് ഒരു ഫിസിക്കൽ പ്രോട്ടോടൈപ്പ് വേണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി. നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റോ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിന്റെ പ്രോട്ടോടൈപ്പും ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ, അപ്പൊ അതിലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ മൊബൈൽ ഫോണിന്റെ ഹാർഡ്വെയർ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൂടാ. കാര്യം ഹാർഡ്വെയർ നമ്മൾ എന്തൊക്കെ ഹാർഡ്വെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഹാർഡ്വെയർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം ഈ ഫോണിൽ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സർ വിൽ യു പ്ലീസ് ക്ലാരിഫൈ വിച്ച് ഓർഡിനോ മൈക്രോ കൺട്രോളർ, ഓർഡിനോ യുനോ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഓർഡിനോ യുനോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നതാണ്, ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നത്. ക്യാൻ എ ടീച്ചർ ഫ്രം ദ സ്കൂൾ സൈഡ് അസിസ്റ്റ് ദം ഇൻ മേക്കിംഗ് ദി പ്രോട്ടോടൈപ്പ് ആൻഡ് കോഡിംഗ്? സോ ക്യാൻ എ No, yeah, no. the answer is no. A teacher should accompany you. നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു ടീച്ചറും വരണം, ടു എൻഷുർ യുവർ സേഫ്റ്റി ആൻഡ് യു റീച്ച് ഹിയർ ഓൺ ടൈം. അതെല്ലാം എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു ടീച്ചർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അവർ നിങ്ങളെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനോ ബിൽഡ് ചെയ്യാനോ ഐഡിയേറ്റ് ചെയ്യാനോ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങളുടെ വെന്യൂവിൽ തന്നെ മേ ബി അവരുണ്ടാവില്ല. ദേ മൈറ്റ് ഹാവ് എ ഡിഫറെന്റ് സെഷൻ. അവർക്ക് വേറൊരു ആക്ടിവിറ്റി എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഐഡിയേറ്റ് ചെയ്ത് ആ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്ത് അതൊരു പിച്ചും റെഡിയാക്കി ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ട് പോകാന്നുള്ളത്. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല. But ഓ, there is a mentor. There is a college student mentor. That mentor is there for everyone. So that's why the teachers will go for a teacher training session. They won't be with you, but the mentor will be there with you. So you can work with the mentor. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കും. ആ മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പം മെന്ററുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദിച്ചിരിക്കുന്നത്, വാട്ട് വിൽ ബി ദി മാക്സിമം അലോവബിൾ ഡ്യൂറേഷൻ ഫോർ ദി പ്രോജക്ട് ആക്ടിവിറ്റി? സോ ദി ആക്ടിവിറ്റി നമ്മൾ ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്ക് 9:45 to 3 o'clock, 9:45 AM to 3 PM ആണ് നിങ്ങൾക്ക് ഈ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ. അതിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു സ്നാക്ക് ബ്രേക്കും ഒരു ലഞ്ച് ബ്രേക്കും ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊരു റോളിംഗ് സ്നാക്സ് ആൻഡ് ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. മീൻസ് നിങ്ങൾക്ക് സ്നാക്സ് പാക്കറ്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ടീ നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും പോയി ടീ അറ്റൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മേ ബി 1-2 പേർക്കായിട്ട് പോയി ടീ കുടിക്കാം, സ്നാക്സ് കഴിക്കാം. അത് കണക്ക് തന്നെ പാക്ഡ് ലഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ആൻഡ് ലഞ്ച് ബ്രേക്ക് ഒരു 45 minutes ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരെയും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ബിൽഡ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കരുത്. നിങ്ങൾ മാനേജ് ചെയ്യുക, യു മാനേജ് എമംഗ് യുവർ ടീം. എങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഓക്കെ, ബട്ട് എൻഡ് ചെയ്യുന്നത് 3 o'clock നിങ്ങളുടെ പ്രോട്ടോടൈപ്പിങ്ങിന്റെ ടൈം കഴിയും, 3 PM. And next question is it okay to bring our own material? It is not okay. നിങ്ങളുടെ മെറ്റീരിയൽസ് കൊണ്ടുവരരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന ഹാർഡ്വെയർ യൂസ് ചെയ്തായിരിക്കരുത് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെന്യൂവിൽ തരുന്ന ഹാർഡ്വെയർ, വെന്യൂവിൽ തരുന്ന പ്രോട്ടോടൈപ്പിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മാത്രമേ നിങ്ങൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാവുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ അല്ലെങ്കിൽ അതിന് ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു ഫോണും യൂസ് ചെയ്യാം. ബാക്കി എല്ലാ ഹാർഡ്വെയർ ആൻഡ് ഫെസിലിറ്റീസ് നമ്മളുടെ പ്രോട്ടോടൈപ്പിംഗ് ഡേയിൽ നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കുക. ആ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വിട്ട് തരും. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് 2 days നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളൊന്നും കൊണ്ടുവരണ്ട വേറെ. ലാപ്ടോപ്പും ചാർജറും കൊണ്ടുവന്നാൽ മതി ഓരോ ടീമും അവർക്ക് ആവശ്യമുള്ള.
The next question is, sir, I have a question. If a group has already made a project on one of the problem statements before Srishti, are we allowed to recreate the same project for the competition? The answer is yes. If you remember that solution, how you made it with the hardware that we provided, you can definitely make the exact same solution again. Yeah. സോ ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ചെയ്ത ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ സെയിം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം. പക്ഷേ അത് നമ്മൾ അന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കണം. നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്തതെന്നൊക്കെ ഓർമ്മയും ഉണ്ടാവണം. നമ്മളുടെ ഹാർഡ്വെയർ ഉപയോഗിച്ച് തന്നെ അത് ബിൽഡ് ചെയ്യാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വേറെ സമൃദ്ധ യൂണിവേഴ്സിറ്റി ഈച്ച് ഗ്രൂപ്പ് ഹാവ് മെന്റേഴ്സ്. ഓക്കെ, അമൃത യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇവന്റ് നടക്കുന്നത്. നിങ്ങൾ സൃഷ്ടിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും, ഹൗ ടു റീച്ച് എന്നുള്ള രീതിയിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിൽ അമൃത യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിലേക്കുള്ള ലൊക്കേഷനിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ മാപ്സ് എടുത്തിട്ട് അമൃത യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടേക്കുള്ള ഡയറക്ഷൻസ് കിട്ടും. കൊച്ചിയിലെ എടപ്പള്ളിയുടെ അടുത്തായിട്ടാണ് നമ്മളുടെ ക്യാമ്പസ് വരുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത് ഈച്ച് ഗ്രൂപ്പ് ഹാവ് മെന്റർ. അതെ, എല്ലാ ഗ്രൂപ്പിനും ഒരു മെന്റർ ഉണ്ടായിരിക്കും. ദാറ്റ് മെന്റർ വിൽ ബി, ആ മെന്റർ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കും, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കും. അവരെ നിങ്ങളെ ഇതിനകത്ത് ഈ ആക്ടിവിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ ദി മെന്റർ അസിസ്റ്റ് ദ ടീം? മെന്റേഴ്സ് ആർ ദെയർ ഫോർ അസിസ്റ്റിംഗ് യു. നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെന്റേഴ്സിനെ നമ്മൾ തരുന്നത്. സോ അവർ നിങ്ങളെ ത്രൂ ഔട്ട് ദ മേക്കത്തോൺ ഡേ, നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വെന്യൂവിലേക്ക് പോകുന്നപ്പം തൊട്ട് നിങ്ങൾ ഫൈനലി പ്രോട്ടോടൈപ്പ് കംപ്ലീറ്റ് ചെയ്ത് പിച്ച് ചെയ്ത് നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കളക്ട് ചെയ്യുന്നവരേക്കും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മെന്റേഴ്സും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് നെസസറി ഫോർ ഓൾ ടീം മെമ്പേഴ്സ് ടു ബി അറ്റ് ദി കോമ്പറ്റീഷൻ? യെസ്, ഇറ്റ് ഇസ്. റൈറ്റ് മാം? Sorry, yes, you have all the team members. See, as we said, you have to divide the work. You're only getting from 9:45 to 3 p.m. So if all your team members are not there, then you are at a disadvantage. Also, whoever is there in the competition, that is the team we are going to take for the competition, not the necessarily the team who registered, who actually come for the competition is the winning team. Yeah, and do we allow one member team? We don't, right? No, you cannot have a one member team. You must have at least two. സോ നിങ്ങളിപ്പം രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് 2 ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ പോലും ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ഈ ടോപ്പ് 43 വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇപ്പം വെന്യൂവിൽ ആക്ച്വൽ മേക്കത്തോൺ കോമ്പറ്റീഷന് വരുന്ന സമയത്ത് നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരെയും കൊണ്ടുവരിക. അറ്റ്ലീസ്റ്റ് 2 സ്റ്റുഡൻസ് എങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളെ ഒരു ടീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഈ കോമ്പറ്റീഷൻ ഒരു ടീം ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ വരുന്നില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ക്വയറീസോ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്റർ ത്രൂവോ അല്ലെങ്കിൽ ഡയറക്ട്ലിയോ നമ്മുടെ ഫൈനലിസ്റ്റിന്റെ ഗ്രൂപ്പിൽ അത് ഇൻഫോം ചെയ്യുക. എന്താണ് നിങ്ങളുടെ കൺസേൺ എന്നോ അല്ല എന്താണ് നിങ്ങളുടെ ടീമിന്റെ സ്റ്റേറ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. പക്ഷേ ട്രൈ ടു ബ്രിങ് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വരിക. അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. വേറെ വേഴ്സ്റ്റ് കേസ് സിറ്റുവേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ടീം മെമ്പേഴ്സ് അവരെ തന്നെ കൊണ്ടുവരിക, ടീമായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വി ക്യാൻ യൂസ് Google or Gemini. Yes, just like you can use ChatGPT, you can use anything. You can use Google, you can use Gemini, you can use any help that you want. But again, remember, when you use AI doesn't, or AI will give you the code, but many times the code given by AI can have errors. If the code doesn't work, then you will have to debug that code. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് AI ലാർജ് ലാംഗ്വേജ് മോഡൽ ഗൂഗിളോ ജെമിനിയോ ഗ്രോക്കോ ChatGPT ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളുടെ റിസ്കിൽ ഉപയോഗിക്കുക. അതിൽ എന്തെങ്കിലും കോഡ് വർക്ക് ആയില്ലെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് നിങ്ങളുടെ ഇന്നോവേഷൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇന്നോവേറ്റീവ് ഐഡിയാസ് ChatGPT എന്നല്ല വരുന്നത്, നമ്മളുടെ തലച്ചോറിൽ നിന്നാണ് വരുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, മാം ക്യാൻ വി ആഡ് വൺ മോർ സൃഷ്ടി രജിസ്റ്റേർഡ് സ്റ്റുഡൻറ് ഫ്രം ദി സ്കൂൾ സൈഡ് ടു ദി സെലക്ടഡ് ഗ്രൂപ്പ്?
Yes, if the current students who are if one student maybe could not attend, we can consider that. Please write to us. Please write your case where you want to add a different student than who has registered, but we will look at it on a case by case basis. We will not allow this to happen everywhere because the team that got selected is the team's idea, whoever submitted. So, looking at your special case situation, we can look at it on a case by case basis. So, please write to us about it separately. മനസ്സിലായോ? Uh, മാം പറഞ്ഞത് നിങ്ങളുടെ ഇങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ടീമിൽ ഒരു ടീം മെമ്പറിന് എന്തോ ഒരു ജെനുവിൻ റീസൺ കാരണം ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു എമർജൻസി എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾക്ക് ഇമെയിൽ ആയിട്ട് അത് ആ റീസൺ എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞൊരു മെയിൽ അയക്കുക. അത് നമ്മൾ നോക്കിയിട്ട് അത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്റ്റുഡന്റിനെ നിങ്ങളുടെ ടീമിലേക്ക് ആഡ് ചെയ്യാം, നിങ്ങളുടെ തന്നെ സ്കൂളിൽ നിന്ന്. പക്ഷേ അത് എല്ലാവർക്കും ഓപ്പൺ അല്ല. നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതാണ് വേണ്ടതും. ബട്ട് അവിടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു ടീമിന് എന്തെങ്കിലും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്, നിങ്ങൾക്ക് വേറൊരു ടീം മെമ്പറിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്യുക. നമ്മളത് നോക്കിയിട്ട് വാലിഡ് ആണെങ്കിൽ വീൽ അലോ ദാറ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സർ, മൈ നെയിം ഇസ് ആര്യൻ. വി സബ്മിറ്റഡ് ടു പ്രോജക്ട്സ്, ആര്യൻ ആൻഡ് ഐബൻ, another project ആദിത്യ and Aryan, and we are thankful that both the projects came top 43. Now we are worried about how to manage both. Kindly guide us. സോ ഇങ്ങനെ ആര്യന്റെ കേസ് നമ്മൾ നോട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു കേസ് വന്ന സ്ഥിതിക്ക് ആര്യന് രണ്ട് ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ആര്യന് ഒരു ടീമിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പകരം മറ്റേ ടീമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടീമിൽ വേറൊരു ടീം മെമ്പറിനെ നമുക്ക് ആഡ് ആക്കാൻ പറ്റും. അത് നേരത്തെ തന്നെ പറയുക, ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആര്യൻ ഏത് ടീമിലാണ് ജോയിൻ ചെയ്യുന്നതെന്നും പകരം ആര്യൻ നേരത്തെ ഉണ്ടായിരുന്ന ടീമിൽ പകരം ആരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും നമ്മളെ ഇൻഫോം ചെയ്യുക. വി വിൽ നോട്ട് ഇറ്റ് ഹിയർ ആൻഡ് അതനുസരിച്ച് വി വിൽ പ്രൊസീഡ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ കോമ്പണൻസിന്റെ ഉപകരണങ്ങളും കണക്ഷൻസും പറഞ്ഞു തരുമോ? ഓക്കെ, പറഞ്ഞു തരും. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറിയന്റേഷൻ സെഷൻ അല്ലെ മെന്ററിംഗ് സെഷൻസ് വെച്ചിരിക്കുന്നത്. സോറി, ഓറിയന്റേഷൻ അല്ല, ഓറിയന്റേഷൻ സെഷൻ ഇന്നലെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീക്ക് ത്രൂ ഔട്ട് ആയിട്ട് മെന്ററിംഗ് സെഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു ബേസിക് ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഓർഡിനോയും സെൻസേഴ്സും ഒക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും അത് പ്രോഗ്രാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഒരു ബിസിനസ് പിച്ച് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് ഇനി വരുന്ന 4 ദിവസത്തെ മെന്ററിംഗ് സെഷൻ ഉണ്ട്. ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഈവനിങ് 7:30 തൊട്ട് 9 മണി വരെയാണ് ഈ ഓൺലൈൻ സെഷൻസ് ഉണ്ടാവുക, യൂട്യൂബ് ലൈവായിട്ട്. അപ്പൊ ആ സെഷൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് യു ക്യാൻ ഓൾവേസ് റെഫർ ഓൺലൈൻ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഏതൊക്കെ കോമ്പണൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് പ്രൊവൈഡും ചെയ്യും. ഓക്കെ. അടുത്ത Yes, ma'am. If unfortunately one of these hardware parts provided fail to work properly or get damaged accidentally, will there be any replacements present? Yes, definitely. അവിടെ റീപ്ലേസ്മെന്റ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ട്രൈ യുവർ ബെസ്റ്റ് നോട്ട് ടു ഡാമേജ്. ഓക്കെ, ഒന്നും ഡാമേജ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പക്ഷേ ഒരു ജെനുവിൻ റീസൺ കാരണം, അത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോൾട്ട് കാരണം ഒരു കോമ്പണന്റ് ഡാമേജ് ആയി പോയെങ്കിൽ നമ്മൾക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ബട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആരും നിങ്ങൾക്ക് തരുന്ന ഹാർഡ്വെയർ ഡാമേജ് ആക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് തരുന്നതിന് മുന്നേ ഈ കോമ്പണൻസ് എല്ലാം ഡാമേജ് ഒന്നും ഇല്ലാത്തതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. സോ നിങ്ങൾക്ക് തരുന്ന എല്ലാ കോമ്പണൻസും വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ട്രൈ യുവർ ബെസ്റ്റ് നോട്ട് ടു ഡാമേജ് ഇറ്റ്. ഓക്കെ. ഇൻ കേസ് എന്തെങ്കിലും പറ്റി ഡാമേജ് ആയാൽ വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു റീപ്ലേസ്. വേറൊരു കോമ്പണന്റ് നിങ്ങൾക്ക് തരാൻ നമ്മൾ Yeah, we ശ്രമിക്കും. have limited spares. Okay, we are not going to have a replacement for everyone. We will have a limited amount of spares. So if we have a spare, we will definitely give you, because we are here to help you. But please don't count on having a spare and damage your parts. Please be very, very careful. Yeah. അതെ, സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചീത്തയാക്കാൻ നിങ്ങളായിട്ട് ശ്രമിക്കാതിരിക്കുക. നമുക്ക് കുറച്ച് സ്പെയറുകളുണ്ട്, അത് തീരുന്ന വരയ്ക്കും നിങ്ങൾക്ക് സ്പെയർ തരാൻ നമ്മൾ ശ്രമിക്കും, നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് പറ്റിയതാണെങ്കിൽ. സോ സർ, ദി SIM, ഓക്കെ, SIM GSM മൊഡ്യൂൾ ആർ, സോറി, some message came. Where was I? Let me scroll. Okay, sir, the same GSM modules are available. The GSM module will help to send messages with Arduino.
ഓക്കെ, നമ്മൾ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്ന കിറ്റിൽ ആക്ച്വലി GSM മൊഡ്യൂൾ ഇല്ല എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. സോ യു വോണ്ട് ഹാവ് എ GSM മൊഡ്യൂൾ. സോ യു വിൽ ഹാവ് ടു GSM മൊഡ്യൂൾ ഉപയോഗിക്കാത്ത ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ഐഡിയ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഒരു ടീമിനല്ല, നമ്മളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇവന്റിൽ മേക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിനും ഒരേപോലത്തെ ഹാർഡ്വെയർ ആയിരിക്കും കിട്ടുന്നത്. സോ നിങ്ങൾക്കൊരു കോമ്പണന്റ് ഇല്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ആർക്കും അവൈലബിൾ അല്ലായിരിക്കും. എക്സാക്ട് ഏതൊക്കെ ഹാർഡ്വെയർ ആണെന്നുള്ളത് നമ്മൾ നാളെയോ മറ്റന്നാളോ, ഡേ ഓഫ് ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ വിൽ ലൈക്ക് ഡിസ്കസ് ദാറ്റ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ഈക്വൽ ആക്സസ് ഉണ്ടായിരിക്കും ഹാർഡ്വെയറിലേക്ക്. The other thing is that you have only 6 hours, right? So if you are creating something which needs the GSM module, but you don't have it, it is okay. Just you can tell us that such a communication will happen between the Arduino and the phone. So just show it as two different applications. Because you don't have a GSM, you won't be able to send a message from the Arduino to the phone. That is okay. Just explain that to us and just show your prototype. സോ നിങ്ങൾക്ക് GSM ഇല്ലാന്ന് വെച്ച് നിങ്ങൾ GSMന്റെ ഒരു ഐഡിയ നിങ്ങളുടെ പ്രോട്ടോടൈപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഐഡിയ ഷുവറായിട്ടും നമ്മുടെ ജൂറി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിപ്പോൾ നിങ്ങൾ പ്രോട്ടോടൈപ്പ് നിങ്ങൾക്ക് ഉള്ള കോമ്പോണന്റ് വെച്ച് ബിൽഡ് ചെയ്യുക. അതിനകത്ത് കോമ്പോണന്റ് ഇല്ലാത്തത് കാരണം അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് ഒരു ഫീച്ചർ ആഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഓഫ് കോഴ്സ് എക്സ്പ്ലെയിൻ ദാറ്റ്. അതെന്തായാലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യൂ. അങ്ങനെ ഒരു ഐഡിയ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു ഇംപ്രൊവൈസേഷൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജൂറി എടുത്ത് നിങ്ങൾ പിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ഓപ്ഷൻ എപ്പോഴും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റാർട്ടിംഗ് ടൈം എല്ലാ സ്റ്റുഡൻസും 9 മണിക്ക് നമ്മുടെ ഇനാഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ 8:30 തൊട്ടാണ് രജിസ്ട്രേഷൻ. രാവിലെ 8:30, ഐ മീൻ 8:30 മോർണിംഗ് 8:30 AM തന്നെ എല്ലാവരും നമ്മളുടെ വെന്യൂവിൽ വരിക. അപ്പം തൊട്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻസും ID കാർഡ് തരുന്നതും വെൽക്കം കിറ്റ് തരുന്നതും സ്റ്റാർട്ട് ചെയ്യും. വേഗം തന്നെ അത് കളക്ട് ചെയ്ത് നമുക്ക് 9 മണിക്ക് നമ്മുടെ ഇനാഗ്രേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്യും. 9:45 തൊട്ട് നിങ്ങളുടെ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ എത്തുക, നേരത്തെ തന്നെ നമ്മുടെ വെന്യൂവിൽ ഉണ്ടാവുക. അടുത്തത് നെക്സ്റ്റ്. യെസ് മാം. Question got missed. If our coding has a syntax error, will the mentor guide us through it and help pinpoint the problem? Well, the mentor is there to help you, but the mentor may not know. That's why we are not saying your teacher is going to be the mentor. It'll be another person, right? So don't count on the fact that your mentor will know all the code, will be able to understand the code. The mentor will try to help you, but you should learn coding so that you can identify your errors. You are not coming to the competition so that somebody else does the project for you. You have to do the project by yourself. മനസ്സിലായോ? അപ്പം മെന്റർ നിങ്ങളെ സഹായിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എല്ലാ മെന്ററിനും നിങ്ങൾക്ക് വേണ്ട സഹായം അവർക്ക് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടാവില്ല. ആൻഡ് ഐഡിയലി നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. മെന്റേഴ്സ് നിങ്ങളെ മെയിൻലി ആ ഒരു ഫെസിലിറ്റി പരിചയപ്പെടുത്താനും അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ആക്സസ് പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ടും, ഇപ്പൊ നിങ്ങൾക്ക് ഒരിടത്ത് പോയി ഇത് സോൾഡർ ചെയ്തിട്ട് വരണം, അപ്പൊ അതിനൊരു ഹെൽപ്പിന് ഒരു എക്സ്ട്രാ ഹാൻഡ് വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മെന്റർ ഉണ്ടാവുക. അല്ലാതെ മെന്ററല്ല നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ മേക്ക് ഷുവർ നിങ്ങൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. മെന്റേഴ്സ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഈസ് ആൻ അഡീഷൻ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഇസ് ഐ ആം നോട്ട് ഏബിൾ ടു കീപ് ട്രാക്ക് വെയർ ഇറ്റ് ഇസ്. Can I bring my soldering iron kit? No, don't bring anything with you. We are providing the soldering irons. So please use what is provided to you. And you can, as Pranav just said, the mentors can also help you solder. So you can utilize the mentors' help to do the soldering. Yes. Next question is... Can you translate?
യാ, സോ സോൾഡറിങ് അയൺ നിങ്ങൾ കൊണ്ടുവരരുത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഒരു ഹാർഡ്വെയറും കൊണ്ടുവരണ്ട. നിങ്ങളുടെ ലാപ്ടോപ്പും ചാർജറും പിന്നെ നിങ്ങളുടെ ലൈക്ക് അത് ലാപ്ടോപ്പ് ചാർജർ മാത്രം മതി. നിങ്ങൾ ബാക്കി എല്ലാ പ്രോട്ടോടൈപ്പിങ്ങിനുള്ള ഹാർഡ്വെയറും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡ്വെയർ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അതല്ലാതെ വേറെ പുറത്തുനിന്നുള്ള ഹാർഡ്വെയർ ഫെസിലിറ്റീസ് ഒന്നും യൂസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാൻ സോൾഡറിംഗ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടാവും. ആൻഡ് നിങ്ങളുടെ മെന്ററുടെ ഹെൽപ്പോട് കൂടി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ സോൾഡർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടാസ്ക് അലോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വോളണ്ടിയറിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻ ചെയ്തിട്ടുള്ള വോളണ്ടിയർ മെന്ററിന്റെ ഹെൽപ്പ് എടുത്തിട്ട് അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള സോൾഡറിങ്ങും ഗ്ലൂ ഗൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ തന്നെ അത് മാനേജ് ചെയ്യുക. ആസ് എ ടീം നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും നമ്മളിവിടെ നോക്കുന്നുണ്ട്. ഓക്കെ. Will you Thank you. give us lithium battery other than 9-volt battery? Since we can't bring our own material, can we request electronics if it is not in the kit, or at least more quantity of electronic in the kit if needed? സോ ഷമിൽ, ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ കോമ്പണൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ആ കോമ്പണൻസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഓൺലൈൻ സെഷൻസിൽ തരുന്നുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചലഞ്ച് തന്നെ. സോ നിങ്ങൾക്കൊരു കൺസ്ട്രെയിൻ ഉണ്ട്, നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടോടൈപ്പിംഗ് ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് എത്ര ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ മേക്കത്തോണിന്റെ ചലഞ്ച് തന്നെ. സോ അത് നമ്മൾ ക്രോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ഹാർഡ്വെയർസ് കൊണ്ടുവരാൻ പറ്റില്ല, എക്സ്ട്രാ ഹാർഡ്വെയർസ് ആഡ് ചെയ്യുന്നതുമില്ല. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് നാളെ തരാൻ പോകുന്ന ഹാർഡ്വെയറിന്റെ ലിസ്റ്റിലുള്ള എല്ലാ ഹാർഡ്വെയർസും പ്രോട്ടോടൈപ്പിംഗ് ഫെസിലിറ്റീസും ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. So again, one more thing is, suppose your solution, let's say it needs 2 Arduinos or 3 Arduinos, whatever. So you make your solution with one Arduino and have some kind of a box to represent the second Arduino and the third Arduino, and say this Arduino will do this Arduino will do that, like that. So explain it to the judges, but you will only actually code and show the working with one Arduino. ഓക്കെ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓർഡിനോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓർഡിനോയുടെ ഒരു മോഡൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫംഗ്ഷനാലിറ്റി ഇതാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അത് നിങ്ങളുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കുള്ള ഹാർഡ്വെയർ യൂസ് ചെയ്യുക, ഉള്ള പ്രോട്ടോടൈപ്പിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യുക, എക്സ്ട്രാ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഹാർഡ്വെയർ ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റീസ് നിങ്ങളുടെ പ്രോട്ടോടൈപ്പിന് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് ജൂറിയുടെ മുന്നിൽ പറയാൻ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സോ മാം, ലൈക്ക് വി ക്യാൻ ഓൾസോ ഡു അനദർ പ്രോജക്ട് ഫോർ കോമ്പറ്റീഷൻ? Like we Yes. can. See, okay, can I take that? Yes, sure. So the problem statements for the final competition will be different from the problem statement from the project you submitted. It will be a new problem statement. Okay, it is not the problem statement you already worked on. Okay, now we will give you a few problem statements, maybe 4 or 5 or 6. We will see what problem statements we can give you. Now you have to select one of the 5 or 6 problem statement, and you have to build within those 4 or 5 or 6 problem statement. Do you understand? You are not doing the same project again. No, you are doing a different project. Now the problem statement for that project will be given to you only on the day of the competition, and you will be asked to choose between 4 or 5 or 6. We have to decide on how many problem statements we'll give you. We'll give you some number. You choose one among the problem statements given to you, and you have to build for that problem statement. ഓക്കെ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Translate, Pranav. യാ, നിങ്ങൾക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് തരുന്നുണ്ടായിരിക്കും. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ തരുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്
ആയിരിക്കില്ല എല്ലാവർക്കും ഒരു പൂൾ ഓഫ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അത് എത്ര പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുള്ളത് വി ആർ യെറ്റ് ടു ഡിസൈഡ്. ഒരു 4, 5, 6 പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അത് നിങ്ങളിപ്പോൾ ഓൾറെഡി ഓൺലൈൻ ഫേസിൽ കണ്ടായിരുന്നല്ലോ, ഒരു SBG ബേസ്ഡ് ആയിട്ട് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇന്നലെ ഞാൻ എടുത്ത ഓറിയന്റേഷൻ സെഷന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സിന്റെ 2 എക്സാമ്പിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലത്തെ സിമിലർ ഒരു കേസ് ബേസ്ഡ് പ്രോബ്ലംസ് ആയിരിക്കും തരുന്നത്. ഒരു സിനാരിയോ ഉണ്ടായിരിക്കും, അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, അത് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ടില്ലാത്തവർ. അപ്പൊ അതിനകത്ത് ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഒന്നോ അല്ല 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 21 September 2025. നിങ്ങൾ എല്ലാവരും രാവിലെ 8 മണിക്ക് തന്നെ അവിടെ എത്താൻ നോക്കുക. 8:30 രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഹൗ മെനി മെമ്പേഴ്സ് ക്യാൻ ബി ഇൻ എ ഗ്രൂപ്പ്? ഇത് ഓൾറെഡി നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ടീം ആയതിനു ശേഷമാണ് നിങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 തൊട്ട് 3 മെമ്പേഴ്സ് ആണ് ഓരോ ടീമിലും ഉണ്ടാവേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും ടീമുകളിൽ 2 3 മെമ്പേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 2 3 മെമ്പേഴ്സ് ടീമായിട്ടാണ് ഐഡിയ ഓൺലൈൻ ഫേസിൽ സബ്മിറ്റ് ചെയ്തത്. സോ ആ സെയിം ടീം തന്നെ ഓഫ്ലൈൻ ഫേസിലേക്ക് സെലക്ട് ആയിട്ടുള്ളത്. നിങ്ങളുടെ അതേ ടീം തന്നെ കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നേരത്തെ ആൻസർ ചെയ്ത പോലെ എക്സെപ്റ്റ് എന്തെങ്കിലും ഒരു ജെനുവിൻ റീസൺ ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ്, നിങ്ങൾ ഓൺലൈൻ ഫേസിൽ വീഡിയോ പ്രസന്റ് ചെയ്ത സ്റ്റുഡൻസ്, അവർ തന്നെ ഈ പ്രോട്ടോടൈപ്പ് മേക്കത്തോൺ ഡേയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇവന്റിന് വരിക. ഡിഡ് യു ടീച്ച് കോഡിംഗ് ആർഡിനോ? നമ്മൾ ആർഡിനോ കോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മെന്ററിംഗ് സെഷൻസ് വരുന്നുണ്ട്. മെന്ററിംഗ് സെഷനിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഓർഡിനോ ടിങ്കർക്യാഡ് സർക്യൂട്ട്സ് ഉപയോഗിച്ച് സിമുലേറ്റ് ചെയ്യാനും, എന്ന് വെച്ചാൽ അതിൽ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു സിമുലേഷനിൽ പഠിപ്പിക്കും. അത് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു കോഡും എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എക്സാമ്പിൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ ഐ വിൽ ഓൾസോ സജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളും ഇത് പഠിക്കുക ഇൻ ഡെപ്തിൽ, ഓർഡിനോ എങ്ങനെ പ്രോഗ്രാം ചെയ്യാനും. പക്ഷേ നമ്മളും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. മെന്ററിംഗ് സെഷൻസ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാം. So we will conduct a session. The next sessions that we are conducting is also going to include teaching Arduino. We'll give you additional resources. So AIM Atal Innovation Mission has created very detailed learning resource materials for you to learn it. So we will share those materials also with you. So you must make every effort to try to learn it. ഓക്കെ, Can you translate? AIM ഞാനിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾക്ക്. മാം ഇപ്പൊ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നമ്മളുടെ മെന്ററിംഗ് സെഷൻസിൽ ഞങ്ങൾ നിങ്ങളെ ടിങ്കർ ക്യാഡൊക്കെ ഉപയോഗിച്ച് ഓർഡിനോ കോഡ് ചെയ്യാനും കണക്ട് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അടൽ ഇന്നോവേഷൻ മിഷനിൽ നിന്ന് ഒത്തിരിയും ലേണിംഗ് റിസോഴ്സസ്, അല്ലെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അത് യൂസ് ചെയ്തു നിങ്ങൾക്ക് ഓർഡിനോയൊക്കെ കോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ബിസിനസ് പിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ പറ്റും. അതിന്റെ ഒത്തിരി ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. അതും നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനലിസ്റ്റിന്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരും. ഓക്കെ, ഓക്കെ, താങ്ക് യു. If we make a project to submit to this program that we present into this program, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി പ്രസന്റ് ചെയ്ത ഒരു ഐഡിയ നിങ്ങൾക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പം ഓൺലൈൻ ഫേസിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ അതേ ഐഡിയ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാക്കാമോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഇഫ് ദാറ്റ്സ് എ കേസ്, നേരത്തെ ഓൾറെഡി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓൾറെഡി ഈ പ്രോഗ്രാമിന് വേണ്ടി ഉണ്ടാക്കിയ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് എന്തായാലും നമ്മൾ തരത്തില്ല. അത് ഒരു ഫാക്ട് ആണ്. നിങ്ങളിപ്പോൾ ഓൺലൈൻ ഫേസിൽ തന്നിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കില്ല നിങ്ങൾക്ക് മേക്കത്തോൺ ഡേയിൽ തരുന്നത്. അതെന്തായാലും ഈ സൃഷ്ടിയുടെ ഓൺലൈൻ ഫേസിൽ നിങ്ങൾ യൂസ് ചെയ്ത പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് മേക്കത്തോൺ ഡേയിൽ കിട്ടുക. പക്ഷേ നിങ്ങൾ ഇതിന് മുന്നേ ഏതെങ്കിലും ഒരു പ്രീവിയസ് കോമ്പറ്റീഷന് നിങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു പ്രോട്ടോടൈപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ വന്നേക്കാം, എനിക്കറിയില്ല. സോ അങ്ങനത്തെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോട്ടോടൈപ്പ് നമ്മളുടെ സൃഷ്ടി ഇവന്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഈ സെയിം ഒരു ക്വസ്റ്റ്യൻ, സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹോപ്പ് അത് മനസ്സിലായത്. വെൻ ക്യാൻ വി മീറ്റ് മെന്റേഴ്സ്? സോ മെന്റേഴ്സ് നാളെയോ മറ്റന്നാളോ നമ്മൾ നിങ്ങളുടെ ഓരോ ടീമിനും വേണ്ടിയിട്ടുള്ള മെന്റേഴ്സിനെ അസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് മാക്സിമം ട്യൂസ്ഡേയിൽ നിങ്ങൾക്ക് ആരാണോ മെന്റേഴ്സ് അവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. മെന്റേഴ്സ് നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് സെലക്ഷൻ എടുത്ത സാധനം ഈ പരിപാടിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ?
അതാണ് നേരത്തെയും പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പം സെലക്ഷൻ എടുത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഓൺലൈൻ ഫേസിൽ സബ്മിറ്റ് ചെയ്ത സെയിം ഐഡിയ ഓഫ്ലൈൻ ഫേസിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തരത്തില്ല. നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തരുന്നത്. സോ അപ്പോൾ ആ സെയിം സാധനം ആയിരിക്കില്ല നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങളൊരു ഡിഫറെന്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന് വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തന്നെ വേറെ ആയിരിക്കും. ഓക്കെ, ആരോ പറ്റും എന്നതിന് കമന്റ് ഇട്ടിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് കറക്റ്റ്. Is an OLED 0.96 display provided with the kit? സോ കിറ്റിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ ഷെയർ ചെയ്യാം. മുഹമ്മദ് ഇഷാൻ വി ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. സോ എല്ലാ സ്റ്റുഡൻസിനോടും നമ്മൾ ഈ എല്ലാ കോമ്പണൻസും എന്താണെന്നുള്ളത് നിങ്ങളോട് നാളെയോ മറ്റന്നാളോ തന്നെ മേ ബി ഇന്ന് തന്നെ ഞാൻ അതിന്റെ ലിസ്റ്റ് ഷെയർ ചെയ്യാം. അത് വെബ്സൈറ്റിൽ നാളെയോ മറ്റന്നാളോ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹാർഡ്വെയർ കിറ്റിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ട് നമ്മുടെ മേക്കത്തോൺ വെന്യൂലുള്ളത്. വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. മാക്സിമം 2 ഡേയ്സിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വോളണ്ടിയേഴ്സിനെ അസൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഹാർഡ്വെയറിന്റെ ലിസ്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എല്ലാ സാധനവും എത്ര എണ്ണം കിട്ടും മാക്സിമം? ഓക്കെ, ഈ ഏതൊക്കെ കോമ്പണൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ക്വാണ്ടിറ്റിയും കൂടെ ചേർത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം ഓരോ ഹാർഡ്വെയർ കോമ്പണന്റും എത്ര എണ്ണം കിട്ടും എന്നും കൂടെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ പ്രോട്ടോടൈപ്പിംഗ് ഫെസിലിറ്റിയിൽ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഡ്രില്ലിങ്, സോൾഡറിങ്, ഗ്ലൂഗൺ ഉപയോഗിക്കുന്ന സ്റ്റേഷന്, അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് നമ്പേഴ്സിലല്ല, നിങ്ങൾക്ക് ആവശ്യം വരുന്നതനുസരിച്ച് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ആ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് സോൾഡർ ചെയ്യണമെങ്കിൽ സോൾഡർ ചെയ്യാം, ഗ്ലൂഗൺ ഉപയോഗിക്കണമെങ്കിൽ ഗ്ലൂഗൺ ഉപയോഗിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് തരുന്ന ഹാർഡ്വെയർ കിറ്റിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കോമ്പണൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഓരോ കോമ്പണന്റും എത്ര, ഇപ്പൊ ജമ്പർ വയർ എത്ര എണ്ണം ഉണ്ട്, LED ബൾബ് ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട്, മോട്ടോഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഞാൻ ആ ലിസ്റ്റ് തരുമ്പോൾ അതിനകത്ത് ക്വാണ്ടിറ്റിയും കൂടെ കാണിച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ആ സമയം നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. And that kit is for them to take home also after. യാ, ആൻഡ് ഈ നിങ്ങൾക്ക് ഈ തരുന്ന ഹാർഡ്വെയർ കിറ്റ് ഉണ്ടല്ലോ, ഈ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേഷനിലുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 5000 രൂപയോളം വില വരുന്ന ഹാർഡ്വെയറിന്റെ ഒരു കിറ്റാണ് നിങ്ങൾക്ക് ഈ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ വേണ്ടി തരുന്നത്. നിങ്ങൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ഈ കിറ്റിൽ നിങ്ങൾക്ക് ആ കിറ്റായിട്ടോ ആ ഹാർഡ്വെയർ നിങ്ങൾ ഉണ്ടാക്കിയ ഹാർഡ്വെയറിന്റെ ഫോമിലോ നിങ്ങൾക്കത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അത് Each നിങ്ങൾക്ക് team gets one kit, not every student, but each team. യാ, എല്ലാ ടീമിനും ഒരു കിറ്റ് ആയിരിക്കും തരുന്നത്. നമുക്ക് ഓരോ ടീമിനും ഒരു കിറ്റ് എന്ന രീതിയിലായിരിക്കും തരുന്നത്. ഓക്കെ സർ, when a group presents, can they use a PowerPoint presentation, documents and other sources during their presentations? And would you please explain how will the jury be grading our project and presentation? Okay, ഇത് എങ്ങനെ ഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ മാം, ഐ തിങ്ക് വി ഹാവ് ഇറ്റ് ഇൻ ദി ഹാൻഡ് ബുക്ക്, റൈറ്റ്? We will give we have an evaluation criteria. The way we graded your projects that you had submitted in the shortlisting session, we will use a very, very similar or probably the same criteria for the finals also. But in addition to that, we will also be looking at your pitching. So pitching becomes an important component in the finals that you will be doing. So please definitely attend the pitching session, training session, learn how to pitch, because we will give you marks for pitching correctly. Yeah. സോ മാം പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഓൺലൈൻ ഫേസിൽ ഐഡിയ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു മെട്രിക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നമ്മുടെ സൃഷ്ടിയുടെ ഹാൻഡ് ബുക്ക് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ആ ഹാൻഡ് ബുക്കിലും ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ അവിടെ ഹാൻഡ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഹാൻഡ് ബുക്കിൽ ഒരു മെട്രിക് ഉണ്ട്, ഇവാലുവേഷൻ മെട്രിക്. എങ്ങനെയാണ് ഓരോ മെട്രിക്കിലുള്ള ഓരോ ഇതിനും നമ്മൾ എന്തുമാത്രം എത്ര വെയിറ്റേജ് ആണ് കൊടുത്തത് എന്നൊക്കെയുള്ളത് ഹാൻഡ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലത്തെ വെരി സിമിലർ ആയിട്ടുള്ള ഒരു മെട്രിക്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സെയിം മെട്രിക് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഈ മേക്കത്തോൺ ഡേയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോട്ടോടൈപ്പ് ഇവാലുവേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊരു പിച്ച് ഫെസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പിച്ച് ഫെസ്റ്റിന് ഒരു സെപ്പറേറ്റ് ഇവാലുവേഷൻ മെട്രിക് ഉണ്ടായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ പിച്ചിങ് അല്ലെങ്കിൽ ഈ എന്റർപ്രണർഷിപ്പിന്റെ ട്രെയിനിങ് തരുന്ന മെന്ററിംഗ് സെഷനിൽ പഠിപ്പിക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു സെഷൻ മിസ് ചെയ്യാതെ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഈ എന്റർപ്രണർഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ ആ പിച്ച് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ട്രേസസ് വരെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ, ഇന്നലത്തെ ലൈവിൽ നിങ്ങൾക്ക് അത് കേട്ടാൽ അത് മനസ്സിലാവും. നിങ്ങൾക്ക് ടോപ്പ് 3 ടീംസിന് നമ്മൾ വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് മാത്രമല്ലാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ടോപ്പ് പിച്ചിങ്ങിന് അല്ലെങ്കിൽ പിച്ചസിനും അതിനും നമ്മൾ
സെപ്പറേറ്റ് ആയിട്ട് പ്രൈസസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, യു വിൽ ഗെറ്റ് സം റെക്കഗ്നീഷൻ ഫോർ ദാറ്റ്. The group currently has 2 members. Can we increase the number of group members to 3? Can you answer that question, ma'am? Ideally, no, we don't want you to add more members to the group. If there are reasons why we need to make a change, you can make a request. We will take it on a case by case basis. But in general, we don't ask you to change the group that you already submitted. യാ, നിങ്ങൾക്കപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ഇപ്പം നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തപ്പം 2 പേര് വേണോ 3 പേര് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യായിരുന്നു. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്താണ് 2 ടീം മെമ്പേഴ്സ് മതി അല്ലെങ്കിൽ 3 ടീം മെമ്പേഴ്സ് വേണം എന്ന് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത്. അപ്പം ഇനി നിങ്ങൾ ആ സെയിം ടീം തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പം നമ്മളൊരു 2 പേരുള്ള ഒരു ടീം ഇപ്പം സെലക്ട് ആയെങ്കിൽ നിങ്ങൾ 2 പേരായിരിക്കും ഫൈനൽസിലേക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു മൂന്നാമതൊരു മെമ്പറെ നമ്മൾ ആഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഈ ഉള്ള 2 ടീം മെമ്പേഴ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജെനുവിൻ റീസൺ കാരണം വരാൻ പറ്റുന്നില്ലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വി ക്യാൻ സ്വിച്ച് ദം വിത്ത് എ ഡിഫറെന്റ് ചൈൽഡ്. പക്ഷെ അതും ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇറ്റ്സ് നോട്ട് അലൗഡ്, അത് സമ്മതിക്കുന്നതല്ല. പക്ഷേ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടൊരു പ്രശ്നമുണ്ട്, ആ കുട്ടിക്ക് 100% വരാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾക്ക് ഇമെയിൽ ആയിട്ട് നിങ്ങളുടെ എന്താണോ കൺസേൺ അത് മെയിലായിട്ട് അയക്കുക. നിങ്ങളുടെ മെന്റേഴ്സ് അസൈൻ ചെയ്യുന്ന സമയത്ത് അവർ ത്രൂ ആയാലും നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് അത് മെയിലായിട്ട് അയക്കാൻ പറ്റും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മെയിൽ അയച്ചു കഴിയുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്തിട്ട് ജെനുവിൻ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ ആണെങ്കിൽ വിൽ അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻ At what time do we conclude the business pitch included? The whole everything finishes by 3 p.m. Building the prototype and making the business pitch, everything has to finish by 3 p.m. ഓക്കെ, 3 മണിക്ക് തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം, ബിസിനസ് പിച്ച് ഉണ്ടാക്കണം. അതാണ് മാം പറഞ്ഞത്. നിങ്ങൾക്ക് ടീം മെമ്പേഴ്സിന് നിങ്ങളത് ഡിവൈഡ് ചെയ്ത് ഓരോ ടാസ്ക് കൊടുത്തിട്ട് നിങ്ങൾ പാരലായിട്ട് ഓരോന്നിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി വേഗത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളാണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സർ ദി കിറ്റ് ഇൻക്ലൂഡ്സ് യെസ് മാം. Having said that, the business pitch is not going to be very elaborate. It will be a simple one. So you will learn about it when you attend our training session. നിങ്ങൾ മെന്ററിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. കുറച്ച് ചെറിയൊരു ടൈം ഡ്യൂറേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ബിസിനസ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സർ ദി കിറ്റ് ഇൻക്ലൂഡ്സ് റാസ്ബെറി പൈ ബോർഡ്സ് ആൻഡ് ESP32. നോ, നമ്മുടെ കിറ്റിൽ റാസ്ബെറി പൈയും ESP32 ഇല്ല. ഓക്കെ, ഓർഡിനോ യുനോ ആണ് നമുക്ക് മൈക്രോ കൺട്രോളർ ആയിട്ട് വരുന്നത്. സർ, കോർലെസ് മോട്ടോഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡ്രോൺസ്, ബ്രഷ്ലെസ് മോട്ടോഴ്സ് ആണോ ഉദ്ദേശിച്ചത്? ഐ തിങ്ക് യെസ് സർ. ബ്രഷ്ലെസ് മോട്ടോഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡ്രോൺസ് ആർ ഇൻ ദി കിറ്റ്. നോ, ബ്രഷ്ലെസ് മോട്ടോഴ്സ് നമ്മുടെ കിറ്റിലില്ല. ഐ റിമെമ്പർ കറക്റ്റ്ലി, ബ്രഷ്ലെസ് മോട്ടോഴ്സ് നമ്മുടെ കിറ്റിലില്ല. എന്തായാലും നമ്മൾ ആ കിറ്റിലുള്ള കോമ്പണൻസിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. മോട്ടോഴ്സ് ഉണ്ട്, പക്ഷെ അത് ബ്രഷ്ലെസ് മോട്ടോഴ്സ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സർ ക്യാൻ വി ബ്രിങ് എക്സ്റ്റൻഷൻ കേബിൾ? ഇഫ് നോട്ട്, ഹൗ മെനി പോർട്സ് വിൽ ദെയർ ബി പെർ ടീം? I think, ma'am, we can let them bring extension. Extension cables, it's okay to bring. Yeah. We will also have some extension cables, but definitely if you bring an extension cable, that is okay. സോ നമ്മൾ എക്സ്റ്റൻഷൻ കേബിൾ എല്ലാ ടേബിളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി ഒരുപാട് ഡിവൈസസ് ഉണ്ട്, ഫോണൊക്കെ ചാർജ് ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോർട്ട് വേണ്ടി വരുമായിരിക്കും. സോ നിങ്ങളുടെ കയ്യിൽ എക്സ്റ്റൻഷൻ കേബിൾസ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ, അതും കൊണ്ടുവരാം നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത്, ഓൺലി ദി ഓർഡിനോ ഉനോ ഈസ് ഓൺലി പ്രൊവൈഡഡ്, ഈസ് ദി ഓർഡിനോ നാനോ ദർ? നോ, ഓർഡിനോ ഉനോ മാത്രമാണ് മൈക്രോ കൺട്രോളറായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മോട്ടോർ ഡ്രൈവർ ഒക്കെ വരുന്നുണ്ട്, മോട്ടോഴ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് അപ്പം മാറുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് കോമ്പോണന്റ്, എത്ര ക്വാണ്ടിറ്റി ആണ് ഓരോ കോമ്പോണന്റും തരുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു PDF ആക്കി അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ ബിസിനസ് പിച്ച് വിൽ വി നീഡ് ടു ക്രിയേറ്റ് എ PPT അലോങ് വിത്ത് അവർ പ്രോജക്ട്? യെസ്, നിങ്ങൾ ബിസിനസ് പിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു PPT ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ. സോ ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾ ഡിസൈഡ് ചെയ്യാം
കാര്യം നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തുമാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ സ്കിൽസ് അനുസരിച്ചിരിക്കും. നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് PPTയോ പ്രസന്റേഷൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഡെമോൺസ്ട്രേഷൻസോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്യുക. നിങ്ങൾ ഡെഫിനറ്റ്ലി നമ്മളുടെ മെന്ററിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ മിനിമം റിക്വയർഡ് ആയിട്ടുള്ള ബിസിനസ് പിച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് മെന്ററിംഗ് സെഷനിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ മെന്ററിംഗ് സെഷന്റെ ഷെഡ്യൂളും ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ നമ്മളുടെ ഇന്നലത്തെ യൂട്യൂബ് ലൈവ് വീഡിയോ എല്ലാവരും ഒന്നുകൂടി പോയി കണ്ടു നോക്കുക. So there is a minimum PPT you need to do. There are minimum things you need to do for the pitch, which may be just 2 or 3 slides. That much you can do. The rest is up to you. It's up to your creativity. There is a minimum, but you don't have to make very big, elaborate pitches. നിങ്ങൾ വലിയ പ്രസന്റേഷൻസ് ഉണ്ടാക്കണം എന്നില്ല. ഒരു മിനിമം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നമ്മളുടെ മെന്ററിംഗ് സെഷനിൽ പറഞ്ഞു തരും. ബാക്കി അതിന്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റിയും ടാലന്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അത് എത്ര വലുതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 5 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളത് എപ്പോഴും കൺസിഡർ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യുക ആ ദിവസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സോ വിൽ ദെയർ ബി ഫസ്റ്റ് പ്രൈസ് പെർ പ്രോബ്ലം ഓർ ഫസ്റ്റ് പ്രൈസ് ഓവറോൾ? ക്യാൻ യു ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പ്രോസസ്? സോ ഓരോ പ്രോബ്ലത്തിനല്ല ഫസ്റ്റ് പ്രൈസ് ഓവറോൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഏത് പ്രോബ്ലം സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് അപ് ടു യു, നിങ്ങളുടെ ഡിസിഷൻ ആണ്. നമ്മൾ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് തരുന്നുണ്ടായിരിക്കും. നമ്മൾ തരുന്ന എല്ലാ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സും ഓൾമോസ്റ്റ് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ സ്കിൽ സെറ്റിന് മാച്ച് ചെയ്യുന്ന, നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വാട്ട് യു ഫീൽ യു ക്യാൻ, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുക, സൊല്യൂഷന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ നോക്കുക, അത് ഏറ്റവും നന്നായി പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ടാസ്ക്. ആൻഡ് ഓരോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനും പ്രൈസ് ഇല്ല, മൊത്തത്തിലാണ് പ്രൈസ് ഉള്ളത്. സോ ഓവറോൾ 43 ടീംസ് ഇന്ന് ദർ വിൽ ബി എ ഫസ്റ്റ് പ്രൈസ് വിന്നർ, സെക്കൻഡ് പ്രൈസ് വിന്നർ ആൻഡ് തേർഡ് പ്രൈസ് വിന്നർ. ഓക്കെ, So process wise, you will be doing from 9:45 to 3 o'clock. You will be doing your maybe Pranav, can you talk about it, the overall day? സോ നിങ്ങൾ ആക്ച്വലി ഇന്നലത്തെ വീഡിയോയിൽ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പ്രസന്റേഷൻ സ്ലൈഡ്സിൽ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് 9:45 മേക്കത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് 9:45 തൊട്ട് നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ തുടങ്ങാം. ആൻഡ് 3 മണി വരെ 3 PM വരെ നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പിങ്ങിന്റെ ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ജൂറി ഇവാലുവേഷൻ വരുന്നുണ്ടായിരിക്കും. ഈ ജൂറി ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് അതിൽ നിന്നും നമ്മളെ എല്ലാ ജൂറിയിൽ നിന്നും ഒരു ടോപ്പ് 7 ടീമിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ഒരു മൊത്തം ജൂറി പാനലിന് മുന്നിലായിട്ട് ഒരു ടോപ്പ് 7 ടീംസിന്റെ ഒരു ഓൺ സ്റ്റേജ് എന്താ പറയാ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ ടോപ്പ് 3 ടീംസിനെ സെലക്ട് ചെയ്യുന്നതും ബെസ്റ്റ് പിച്ചസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ next question is, sir, is making the prototype making the prototype cosmetically placing in a creative way needed, or just the functionality should be presented to the jury? What holds more importance to the jury? Okay, ma'am. We'll give you the evaluation criteria. Okay, it depends on the judge. But definitely the functionality is important. Aesthetics is also important. So if you can't build something very aesthetically, okay, do what you can. Okay, having said that, that doesn't mean aesthetics is not important. We'll give you the evaluation criteria. It is finally dependent on the judge. സോ മാം പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ആ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നിങ്ങൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഡെഫിനറ്റ്ലി ആക്സസിബിൾ ആയിരിക്കും. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ പാരാമീറ്റർ അല്ലെങ്കിൽ ഏത് ഫാക്ടേഴ്സിന് എത്ര പെർസെൻറ്റേജ് വെയിറ്റ് ആണുള്ളത്. ഇപ്പം നിങ്ങളുടെ ഫംഗ്ഷനാലിറ്റിക്കാണോ ഒരു 20% വെയിറ്റ് ഉള്ളത്, എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അതിന് ഒരു 5% ആണോ 10% ആണോ വെയിറ്റ് ഉള്ളത്, നിങ്ങളുടെ ഇന്നോവേഷൻ എത്ര വെയിറ്റേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോ മെട്രിക്കിനും എത്ര വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അക്കോർഡിംഗ്ലി നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ്
അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. ഫൈനലി ഇറ്റ് ഈസ് അപ് ടു ദ ജൂറി. നിങ്ങളുടെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്ന ആ ജൂറിയിലുള്ള ജൂറി മെമ്പേഴ്സിന് നിങ്ങളത് അവർക്ക് നന്നായി മനസ്സിലാവുന്ന രീതിയിൽ, കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ അത് പ്രസന്റ് ചെയ്യുക. അത് അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഫൈനൽ ജഡ്ജ്മെന്റ് ജൂറിയുടെ ഡിസിഷൻ ആയിരിക്കും. Next question is, hello sir, on what basis will the scores be evaluated? അപ്പോൾ അതിപ്പം പറഞ്ഞ സെയിം ഇത് തന്നെയാണ്. നമുക്ക് ഒരു മെട്രിക് ഉണ്ടായിരിക്കും, ആ മെട്രിക്കിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് സ്കോറിംഗ് ചെയ്യുന്നത് നമ്മളുടെ ജൂറി. Is one problem statement can be chosen by multiple teams? Yes. അത് നിങ്ങൾ ഓരോ ടീമിന്റെയും ഡിസിഷനാണ് നിങ്ങൾക്ക് ഏത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ ഓൾറെഡി അത് പറഞ്ഞു. ഇപ്പൊ ചിലപ്പോൾ എല്ലാ ടീമും 43 ടീമും ഒരേ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടാവാം. ഐ ഡോണ്ട് നോ. അത് നിങ്ങൾ ഓരോ ടീമിന്റെയും ഫ്രീഡമാണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഫീൽ ചെയ്യുന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ നോക്കാം. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് മലയാളത്തിൽ ആയിരിക്കുമോ? പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് റൈറ്റ് മാം, ദാറ്റ് വാസ് കറക്റ്റ്, റൈറ്റ്? Right. We'll have the problem statements in Malayalam and English, and we will also make sure that the mentors are able to explain the problem statement to you. Don't worry, you will definitely understand the problem statement. There is no worry about that. സോ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ്. അടുത്തത്, സോ ഇറ്റ്സ് സിമിലർലി ലൈക്ക് ഓൺ ദി സ്പോട്ട് തിങ്കിങ്. കറക്റ്റ്, അത് ഓൺ ദി സ്പോട്ട് തിങ്കിങ് ആണ്. കാര്യം നിങ്ങൾക്ക് അന്ന് അവിടെ 9:45 തൊട്ട് മുന്നേ, ലൈക്ക് 9:30 കഴിയുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഓരോ പ്രോബ്ലംസ് എന്താണെന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രോബ്ലംസ് റിവീൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അപ്പോൾ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ തിങ്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സൊല്യൂഷൻ ഒരു പ്രോട്ടോടൈപ്പ് ആക്കുക, അതിൻ്റെ കൂടെ ബിസിനസ് പിച്ചും റെഡിയാക്കുക. അതാണ് നിങ്ങളുടെ ടാസ്ക്. സോ ഇറ്റ് ഇസ് എ ചാലഞ്ചിങ് ഇവന്റ് കുട്ടികളെ. നിങ്ങൾക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. നിങ്ങളത് മാക്സിമം നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. Okay, next is, coding as like typing the code or like using tabs as used in Scratch. അത് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് കൊണ്ടുവരാം. നമ്മൾ തരുന്ന ഹാർഡ്വെയർ ഞാൻ പറഞ്ഞല്ലോ, ഓർഡിനോ ഉനോ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സോ ഓർഡിനോ കോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഓർഡിനോ ഐ ഡി വേണം, അല്ലെങ്കിൽ ഓർഡിനോ കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. സോ ടിങ്കർ ക്യാഡിൽ നിങ്ങൾക്ക് ഓർഡിനോയ്ക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പക്ഷേ ഓർഡിനോ ഐ ഡിയിൽ ഫൈനലി അത് പേസ്റ്റ് ചെയ്താണ് ഓർഡിനോയിൽ നിങ്ങൾ ലോഡ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ സ്ക്രാച്ചിലോ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ലൈക്ക് പ്രോഗ്രാം യൂസിങ് യുവർ ലാപ്ടോപ്പ്. ആൻഡ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡ്വെയറും പ്രോട്ടോടൈപ്പിംഗ് ഫെസിലിറ്റീസും മാത്രം പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ യൂട്ടിലൈസ് ചെയ്യുക. Next question is, sir, in which language should we present our project to the jury? ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പ്രസന്റ് ചെയ്യാം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിലും പ്രസന്റ് ചെയ്യാം. നമ്മളപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസന്റ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജൂറി ആയിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് വി വിൽ മേക്ക് ഷുവർ. കറക്റ്റ് മാം? Yes, the jury will be able to understand whether you are presenting in Malayalam or English. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, ആൻഡ് ക്യാൻ വി യൂസ് ചാറ്റ് GPT ഫോർ സോൾവിങ് ദി പ്രോബ്ലം? ഈ ക്വസ്റ്റ്യൻ നേരത്തെ ആൻസർ ചെയ്തതാണ്. മേ ബി യു ജോയിൻ ലേറ്റ്. ഞാൻ ഒന്നുകൂടെ പറയാം, ചാറ്റ് GPT നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ചാറ്റ് GPT എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് തരണം എന്നില്ല. ചിലപ്പോൾ ചാറ്റ് GPT തരുന്ന കോഡ് വർക്ക് ആവാതെയൊക്കെ ഇരിക്കാം. സോ ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് ചാറ്റ് GPT ഡിപ്പെൻഡ് ചെയ്യാം. ബട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയാസ് ആയിരിക്കും എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ട് വരുന്നത്. സോ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച്, നിങ്ങളുടെ തോട്ട്സ് ഉപയോഗിച്ച് നല്ല ഐഡിയാസ് കൊണ്ടുവരിക, അത് പ്രോട്ടോടൈപ്പ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കുക. Will presenting of idea be in counter or on stage? How many judges? PPT needed? English or Malayalam? Can you briefly explain the presenting process? സോ ഓക്കെ, ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം. വിൽ പ്രസന്റിങ് ഓഫ് ഐഡിയ ബി ഇൻ കൗണ്ടർ ഓർ ഓൺ സ്റ്റേജ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളുടെ ടീം എവിടെയാണോ, നിങ്ങൾക്ക് എല്ലാം ടേബിൾസ് ഉണ്ടായിരിക്കും. ആ ടേബിളിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ 3 മണിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനിഷ്യൽ ജൂറി ഇവാലുവേഷൻ നിങ്ങളുടെ ടേബിൾസിലായിരിക്കും ഉണ്ടാവുക. എല്ലാ ജൂറി മെമ്പേഴ്സ് നിങ്ങളുടെ ടേബിളിൽ വരും. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഐഡിയ അവരോട് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ബേസിൽ ഞാൻ പറഞ്ഞല്ലോ, ടോപ്പ് 7 ടീംസിനെ നമ്മൾ സെലക്ട് ചെയ്യും. ആ ടോപ്പ് 7 ടീംസ് ഫൈനലി സ്റ്റേജിൽ വന്നിട്ട് അവരുടെ ഐഡിയ പ്രസന്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രോഡക്റ്റിന്റെ ബിസിനസ് പിച്ചും കൂടെ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അതാണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തത്, ഹൗ മെനി ജഡ്ജസ്? ഒരു ജൂറിയിൽ 2 ജഡ്ജസ് ഉണ്ടായിരിക്കും. 2 പേരായിരിക്കും ഒരു ജൂറിയിൽ ഉണ്ടാവുക. PPT നീഡഡ്, അത് നിങ്ങളുടെ ടൈം ആൻഡ് നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് PPT
ഡെഫിനറ്റ്ലി ഉപയോഗിക്കാം. നിങ്ങൾക്ക് PPT ചെയ്യാൻ സമയമുണ്ടെങ്കിൽ PPT ചെയ്യുക, PPT യൂസ് ചെയ്ത് പ്രസന്റ് ചെയ്യുക. എന്തായാലും ജൂറിക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനലി ദി അൾട്ടിമേറ്റ് ഗോൾ. Yeah, for the pitch, you need the PPT. At ആ least there'll be 2 slides everybody has to do for the PPT. But more than that is up to you. സോ ഒരു മിനിമം ഒരു 2-3 സ്ലൈഡുള്ള ഒരു PPT നിങ്ങൾക്ക് പിച്ച് ചെയ്യാൻ വേണമായിരിക്കും. അതിനെക്കാട്ടിയും കൂടുതൽ സ്ലൈഡ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമും നിങ്ങളുടെ സ്കിൽസും ക്രിയേറ്റിവിറ്റിയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. ഇംഗ്ലീഷ് ഓർ മലയാളം, നിങ്ങൾക്ക് ഇംഗ്ലീഷും യൂസ് ചെയ്യാം, മലയാളം യൂസ് ചെയ്യാം. വാട്ട് എവർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് പ്രസന്റ് ചെയ്യാം. ക്യാൻ യു ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പ്രോസസ്? സോ ഇതാണ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തതാണ് നമ്മളുടെ പ്രോസസ്. മാം, ഈസ് ഇറ്റ് ദി ഫസ്റ്റ് ഹാക്കത്തോൺ ബൈ കേരള ഗവൺമെന്റ്? Okay, ma'am, do you know the answer for that one? This kind of hackathon we have done 2 years, for 2 years in 2022 and 2023. And children, maybe you can show the video at the end, Pranav. Children have done the same thing. They have built the prototype within a day. Now, in terms of doing this with the Kerala government, yes. This is the first time this is being done with the Kerala government. The previous years it was done with IEEE. IEEE. That is called IEEE. So 2022-ലെയും 2023-ലെയും IEEE ആണ് ചെയ്തത്. ഈ വർഷം IEEE-യും ഗവൺമെന്റ്, കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി നിങ്ങൾക്ക്. അപ്പം ഇതിപ്പോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ IEEEയും കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റ് ഒക്കെ ഏജൻസീസ് ചേർന്ന് കളക്റ്റീവായിട്ട് ഒരു ലാർജ് സ്കെയിലിൽ നമ്മുടെ കേരളം മുഴുവൻ പാർട്ടിസിപ്പേഷൻ ഉള്ള രീതിയിൽ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഒരു സ്മോളർ വെർഷൻ നമ്മൾ 2022-ലും 2023-ലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ട് ഇസ് ഇറ്റ്സ് നോട്ട് ഹാക്കത്തോൺ. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഹാക്കത്തോൺ. നിങ്ങൾക്ക് ഇതിനെ ഒരു മേക്കത്തോൺ എന്ന് വിളിക്കാം. ഹാക്കത്തോൺ കോഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഹാക്കത്തോൺ. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് മേ ബി ഇറ്റ്സ് ബെറ്റർ വി കോൾ ഇറ്റ് എ മേക്കത്തോൺ. ഓക്കെ, ഈസ് ദർ എ ലിമിറ്റ് ഓഫ് ലാപ്ടോപ്പ് പെർ ടീം? ക്യാൻ വി ബ്രിങ് 1 ലാപ്ടോപ്പ് പെർ സ്റ്റുഡൻറ് ഫോർ മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ടൈം? നിങ്ങളുടെ ഡിസിഷൻ ആണത്. ഓരോ സ്റ്റുഡൻസിനും ഓരോ ലാപ്ടോപ്പ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ലാപ്ടോപ്സ് കൊണ്ടുവന്ന് വർക്ക് ചെയ്യാം. Next is, did you give praise for every team members? ഇപ്പൊ ടോപ്പ് 43 നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടല്ലോ. ടോപ്പ് 43 ആയിട്ട് സെലക്ട് ആയിട്ടുള്ള ടീമാണ് നമ്മുടെ മേക്കത്തോണിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ മേക്കത്തോൺ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ടീമിനും നമ്മൾ ഒരു ടീമിന് വെച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന ഹാർഡ്വെയർ കിറ്റ് ഇറ്റ് ഇസ് ഫോർ യു. നിങ്ങൾക്കത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോകും. എല്ലാ ടീമിനും തരുന്ന ഹാർഡ്വെയർ കിറ്റ് നിങ്ങൾക്ക് തരുന്ന ഫസ്റ്റ് ഗീവ് അവേ അല്ലെങ്കിൽ പ്രൈസ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ടോപ്പ് 3 ടീമുകൾക്ക് ക്യാഷ് പ്രൈസസ്, നമ്മൾ പോസ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ ക്യാഷ് പ്രൈസസ് ഉണ്ട്. അതല്ലാതെ നിങ്ങളുടെ പിച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന പിച്ചിനും നമ്മൾ മൊമെന്റോസ് ആൻഡ് റെക്കഗ്നീഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് സർ, ക്യാൻ യു ഗിവ് റിപ്പീറ്റഡ് കോമൺ ക്വസ്റ്റ്യൻസ് ഫ്രോം ദി ചാറ്റ് ആസ് എ ഡോക്യുമെന്റ് വിച്ച് വിൽ ബി യൂസ്ഫുൾ ഫോർ പീപ്പിൾ ആൻഡ് ടീച്ചേഴ്സ് ഹു ഡിഡ്ന്റ് അറ്റൻഡ് ദിസ് സെഷൻ? സോ അതിനെനിക്ക് പറയാനുള്ളത്, ഈ സെഷൻ ഫുള്ള് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ റെക്കോർഡിംഗ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യാൻ കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അല്ലെങ്കിൽ ഈ ഒരു നടക്കുന്ന മീറ്റിംഗ് മൊത്തത്തിൽ നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ടായിരിക്കും. അതിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ അത് ഉണ്ടായിരിക്കും. സോ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് നടന്ന ഫുൾ ഡീറ്റെയിൽസ് ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിനും അത് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. Okay, ma'am, thank you. How are going to present the PPT, projector or TV? So, നിങ്ങൾ ഓൺ സ്റ്റേജ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ട്രൈ ടു അറേഞ്ച് എ പ്രസന്റേഷൻ ഓൺ പ്രൊജക്ടർ. നിങ്ങൾക്ക് പ്രൊജക്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ പ്രസന്റേഷൻ ഉണ്ടാക്കി വെക്കുക. അത് പ്രസന്റ് ചെയ്യാനുള്ള പ്രൊജക്ടർ അല്ലെങ്കിൽ TV സെറ്റപ്പ് നമ്മൾ അവിടെ വെന്യൂവിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. Will lunch be veg or non-veg for only veg eating people? 1 minute, Yes, ma'am. Pranav, for presenting. So the first round of jury will be on your table. When you're doing that, then we will want you to present on the PPT. When if you're selected in the final 7, then you will be presenting on the stage where you will connect your laptop to a projector or a TV. Okay, whatever we are able to connect over there.
Now, if there is any team, there is a team which does not have access to a laptop. If it is an exception, then you please let us know on a case by case basis. Again, we can have some limited extra laptops available, but there are very few, very few. So please bring your own laptop, because we can't guarantee to you we'll be able to give you a laptop. സോ മാം പറഞ്ഞത് ലാപ്ടോപ്പ് ഇല്ലാത്ത ഒരു ടീം എല്ലാവർക്കും ലാപ്ടോപ്പ് ഉണ്ടെന്നും കൊണ്ടുവരാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി ഏതെങ്കിലും ഒരു ടീമിന് ഒരു റെയർ എക്സെപ്ഷൻ കേസിൽ ലാപ്ടോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ നേരത്തെ തന്നെ നിങ്ങളത് അറിയിക്കുക, ഇൻഫോം ചെയ്യുക. നമ്മളൊരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ലാപ്ടോപ്പ് അറേഞ്ച് ചെയ്ത് ലാപ്ടോപ്പ് കൂടെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. ഓക്കെ. പിന്നെ രണ്ടാമത് മാം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഫേസ് ഓഫ് ഇവാലുവേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ ടേബിൾസിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങളുടെ PPT പ്രസന്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ടോപ്പ് 7 ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്ടർ അല്ലെങ്കിൽ TV കണക്ട് ചെയ്ത് നിങ്ങളുടെ PPT പ്രസന്റ് ചെയ്യാൻ പറ്റും. മാം, ക്യാൻ യു ആൻസർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് വിൽ ലഞ്ച് ബി വെജ് ഓർ നോൺ വെജ് ഫോർ So ഓൺലി വെജ്? lunch will be vegetarian. So that is what we have at Amrita. We do not provide a non-vegetarian lunch. ഓക്കെ. സോ വെജിറ്റേറിയൻ ലഞ്ച് ആയിരിക്കും. സോ ഓൺലി വെജ് ഈറ്റിംഗ് പീപ്പിൾ എന്നുള്ള ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട. എല്ലാവർക്കും വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഗുഡ് വെജിറ്റേറിയൻ ഫുഡ്. ഓക്കെ. ദെൻ സർ, വിൽ ദെയർ ബി എ ലിമിറ്റ് ടു ഹൗ മച്ച് ടൈം എ ടീം ക്യാൻ യൂസ് ഫോർ ദെയർ പ്രസന്റേഷൻ? യെസ്, നിങ്ങൾക്ക് എത്ര നേരം പ്രസന്റ് ചെയ്യാം എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആക്ച്വലി ജൂറിയുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ ടോട്ടൽ ഐ തിങ്ക് 7 മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് നിങ്ങൾ ഓൺ സ്റ്റേജ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 4 മിനിറ്റ്, ഓക്കെ സോറി, ജൂറി എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 4 മിനിറ്റ്സ്, റൈറ്റ്? 4 മിനിറ്റ്സ്, 4 മിനിറ്റ് ആണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കിട്ടുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഓൺ സ്റ്റേജ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഹാവ് എ സിമിലർ ടൈം, ഒരു 4 to 5 മിനിറ്റ്സ് എവറി ടീം ക്യാൻ പ്രസന്റ്. Yeah, 1 minute on a total time means Total time. 4 minutes for presentation, 3 minutes for question and answers. So jury നിങ്ങളുടെ question ചോദിക്കും, അതിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം. Okay, so but 4 minutes you will have to present your pitch and your product and your pitch, and then 3 minutes for question and answers. ഓക്കെ, ക്ലിയർ ആയോ? 4 മിനിറ്റ് കൊണ്ട് പ്രസന്റ് ചെയ്യുക, 3 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. Is Tinkercad must because you are teaching about it in the mentoring session? നോ, ഞങ്ങൾ മെന്ററിംഗ് സെഷനിൽ ടിങ്കർ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് മെന്ററിംഗ് സെഷൻ ഓൺലൈൻ ആണ്. അപ്പം ഓൺലൈൻ മെന്ററിംഗ് സെഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് അതിന്റെ ഹാർഡ്വെയറിന്റെ പാർട്സ് ഒക്കെ മനസ്സിലാക്കാനും അത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Tinkercad. അതുകൊണ്ടാണ് നമ്മൾ Tinkercad ഉപയോഗിച്ച് നിങ്ങളെ മെന്ററിംഗ് സെഷനിൽ ഇത് പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആക്ച്വലി മേക്കത്തോണിന് അത് ഹാർഡ്വെയർ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. നമുക്കൊരു ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പ് ആണ്. നിങ്ങളൊരു ഹാർഡ്വെയർ പ്രോജക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ് ഡിസൈൻ ചെയ്യുന്നെങ്കിലാണ് നിങ്ങൾക്ക് അതൊരു സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്സ് മാക്സിമം സിമുലേഷൻ അല്ല, നമ്മുടെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർ ഉപയോഗിച്ച് ഹാർഡ്വെയർ ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ. Tinkercad ജസ്റ്റ് ഓൺലൈൻ സെഷൻ ആയതുകൊണ്ട് പഠിപ്പിക്കാനുള്ള കൺവീനിയൻസിനാണ് നമ്മൾ Tinkercadൽ നിങ്ങൾക്ക് അത് പഠിപ്പിക്കാൻ Tinkercadന്റെ സപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. And also it is something you can use. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. വേറെ you know other ways to do it, no problem. Do anyway, no problem. സോ ഫൈനലി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് യുവർ എബിലിറ്റി ടു കം അപ്പ് വിത്ത് സംതിങ്. പുതിയതായിട്ട് എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്ക് ആ ദിവസം ആ വെന്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാത്രം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് യു ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ. ഓക്കെ. അടുത്തത്, താങ്ക് യു ടീച്ചേഴ്സ്. യു ആർ വെൽക്കം. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, മോസ്റ്റ്ലി ഇൻ ഇംഗ്ലീഷ് ബട്ട് ലിറ്റിൽ പാർട്സ് ഇൻ മലയാളം? വിൽ അവർ മാർക്സ് ബി അഫക്റ്റഡ് ബൈ ലാംഗ്വേജ്? നോ, നിങ്ങൾക്ക് ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചും പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷ് വേർഡ്സ് അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറയണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളൂ. നിങ്ങളുടെ ലാംഗ്വേജ് അല്ല നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ, അതാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ലാംഗ്വേജിന് മാർക്സ് ഇല്ല. സോ ലാംഗ്വേജ് ഡസൻറ്റ് അഫക്റ്റ്. ഓക്കെ.
ലഞ്ച് ടൈം നമ്മൾ ഇപ്പം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള 12:45 to 1:30 ആണ് ലഞ്ച് ടൈം. പക്ഷേ ലഞ്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു റോളിംഗ് ലഞ്ച് ആയിരിക്കും. നിങ്ങൾക്ക് പാക്ഡ് ലഞ്ച് പാക്കറ്റ്സ് കിട്ടും. നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യുക, നിങ്ങൾക്ക് സ്പേസ് ഉണ്ടായിരിക്കും അവിടെ, കൺവീനിയന്റ് ആയിട്ട് കഴിക്കുക. അതിന്റെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പ്രോട്ടോടൈപ്പിങ്ങും നിങ്ങൾ അതിന്റെ കൂടെ തന്നെ മാനേജ് ചെയ്യുക. So rolling lunch means ஒருத்தர் போயிட்டு you can have lunch while another person continues to work. Or you can say, I want to bring it, don't spill it on your hardware or anything like that. It's up to you. We'll give you space to sit and eat, but you feel free how you want to manage your lunch. നിങ്ങൾക്ക് ലഞ്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോട്ടോടൈപ്പിംഗ് അതിൻ്റെ ഒപ്പം കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ചിലപ്പം നിങ്ങളുടെ ടീമിൽ ഒന്നോ രണ്ടോ പേര് പോയി കഴിക്കുക, ബാക്കി ഒരാളോ മെൻറ്ററൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുക. അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മാക്സിമം ആ പ്രോട്ടോടൈപ്പിംഗ് സ്പേസിലൊക്കെ ലഞ്ച് ആക്കാതെ നന്നായി നീറ്റായിട്ട് ലഞ്ച് കഴിക്കുക. നെക്സ്റ്റ്, ലഞ്ച് ടൈം കഴിഞ്ഞു. ഓക്കെ മാം, വിൽ യു പ്രൊവൈഡ് എനി അപ്രീസിയേഷൻ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ദ ഇവന്റ്? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമിനും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പിന് തരുന്ന ഹാർഡ്വെയർ കിറ്റും നിങ്ങൾക്ക് എല്ലാ 43 ടീമിനും, ഒരു ടീമിന് ഒരു കിറ്റ് എന്ന രീതിയിൽ എല്ലാ ടീമിനും കൊടുക്കുന്നുണ്ട്. വിന്നേഴ്സിന്റെ അഡീഷണൽ പ്രൈസസും ഉണ്ടായിരിക്കും. Worst case scenario, if due to a valid reason, if the components have been finished, could the students bring the same components mentioned in the kit to avoid bias for backup? Okay, ma'am, did you understand the question? Yeah, so, sir, I think this is by a teacher. Let us take this question offline. We will have a few extra components available for everything. So we ideally don't want anybody to bring anything extra. But you let us know what your concerns are, why you want to bring the same kit. We will have some extra components. But if we didn't understand your question, and if there is a specific reason why you want to bring the same components with you, please let us know. Let us take this question offline. സോ നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇപ്പം നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ ആണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്കറിയില്ല. അപ്പം നിങ്ങൾ കറസ്പോണ്ടിങ് ഇപ്പം നമുക്ക് ഈ മെസ്സേജ് ഇട്ടിരിക്കുന്നത് മുഹമ്മദ് ഇഷാനാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ കോൺടാക്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നമുക്കിത് ഓഫ്ലൈൻ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഹാർഡ്വെയർ കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, സ്പെയർ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളൊരു ലൈക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് അഡീഷണൽ സെയിം ഹാർഡ്വെയർ വെച്ചോട്ടെ എന്നാണോ എന്താ ചോദിച്ചതെന്ന് ക്ലിയർ ആയിട്ടില്ല. നമുക്കിത് ഓഫ്ലൈൻ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ റീഫിൽ സ്റ്റേഷൻ അവൈലബിൾ ഓർ ഹാവ് ടു ബൈ പാക്കേജ് ബോട്ടിൽസ് ഫ്രം ക്യാൻറ്റീൻ ഇൻ ദി ക്യാമ്പസ്? വെള്ളം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വാട്ടർ ഉണ്ടായിരിക്കും, വാട്ടർ ക്യാൻസ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ബോട്ടിൽസ് എന്തെങ്കിലും കൊണ്ടുവരിക, അതിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യാനുള്ള വാട്ടർ ക്യാൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പൈസ കൊടുത്ത് വെള്ളം മേടിക്കേണ്ടി വരത്തില്ല. Next is there specific places or tables to work on for every team so that any kind of imitations in ideas are avoided between groups? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടേബിളും ഒരു വർക്കിംഗ് സ്പേസും ഉണ്ടായിരിക്കും. ലൈക്ക് സ്ക്വയർ ടേബിൾസിന് ചുറ്റും വരുന്ന നിങ്ങൾക്ക് ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇവിടുന്ന് നിങ്ങളിപ്പം ഉദ്ദേശിച്ചത് ഒരു ടീമിൽ നിന്ന് വേറൊരു ടീമിൽ പോയി നോക്കി കോപ്പി അടിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാബിൻ പോലെ ഉണ്ടാവും എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ സ്പേസ്ഡ് ആയിട്ടായിരിക്കും ടേബിൾസ് അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇതുപോലത്തെ ലൈക്ക് അപ്പുറത്ത് നോക്കി ഇപ്പുറത്ത് നോക്കി ചെയ്യുന്ന ഐഡിയ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് നമ്മളുടെ ഇപ്പോൾ വെന്യൂവിൽ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ലേ ഔട്ടിൽ ടേബിൾസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും സെപ്പറേറ്റ് ടേബിൾസ് ആയിരിക്കും. എല്ലാ ടേബിൾസും തമ്മിൽ ഒരു ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ഫെയർ സ്പേസിംഗ് ഉണ്ടായിരിക്കും. ക്രൗഡഡ് ആയിരിക്കില്ല. But no cabins, okay? We will have ക്യാബിൻ ഇല്ല. tables for every team. Each team will have their own table. Yeah, and we advise or we request everyone to have a fair competition. എല്ലാവരും നോക്കി ആ ഐഡിയ കോപ്പി അടിക്കുക, അങ്ങനെ ചെയ്യാൻ നമ്മുടെ ഐഡിയാസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ്. ഓക്കെ, ആൻഡ് അത് ജൂറിക്ക് എവാലുവേറ്റ് ചെയ്യുമ്പോൾ they will understand that too. അടുത്തത് ഓക്കെ, ട്രാവൽ എങ്ങനെ സർ? ഓക്കെ, ട്രാവൽ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ
നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഐ തിങ്ക് ട്രെയിനോ ബസ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്തായിരിക്കും എല്ലാവരും വരുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ടീമിനും നമ്മൾ 500 രൂപ വരയ്ക്കും ട്രാവലിന്റെ ടിക്കറ്റ്സ് നിങ്ങൾ തരുമ്പോൾ തരുവാണെങ്കിൽ 500 രൂപ വരെ നമ്മൾ ഒരു ടീമിന് ട്രാവലിന് വേണ്ടിയിട്ട് റീഫണ്ട് അല്ലെങ്കിൽ റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വരുവാണെങ്കിൽ ആ ട്രെയിൻ ടിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുക. അത് 500 രൂപ വരെയോ 500 രൂപയ്ക്ക് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ 500 രൂപ വരെ മാക്സിമം നമ്മൾ നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ATL ലാബ് ഉള്ള സ്കൂളുകളാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ടോപ്പ് വന്നിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് ATL ലാബ് സ്കൂളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ATL ഫണ്ടിൽ നിന്നും ഇതിന് മുകളിൽ ഈ 500 രൂപയ്ക്ക് മുകളിലേക്ക് നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ATL ഫണ്ടിൽ നിന്നും കവർ ചെയ്യാൻ പറ്റും, ഇൻ കേസ് അതിൽ കൂടുതൽ എക്സ്പെൻസസ് വരുന്നുണ്ടെങ്കിൽ. സോ അത് ജസ്റ്റ് നോട്ട് ചെയ്യുക, ATL ലാബുള്ള സ്കൂളുകളാണെങ്കിൽ. അതല്ലാതെ നമ്മളുടെ ഗവൺമെന്റ് സ്കൂൾസ്, റിമോട്ട് ഏരിയാസ് എന്നൊക്കെ വരുന്ന സ്കൂൾസ് ആണെന്നുണ്ടെങ്കിൽ, റിമോട്ട് ഏരിയാസ് എന്നുള്ള ഗവൺമെന്റ് സ്കൂൾസ് ആണെന്നുണ്ടെങ്കിൽ, അവിടെ നിന്നുള്ള ടീമുകളാണെന്നുണ്ടെങ്കിൽ, അവിടെ ATL ലാബും ഇല്ലാന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ലെറ്റസ് നോ, നമ്മളെ ഇൻഫോം ചെയ്യുക. നമ്മളത് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡീഷണൽ എന്ത് എക്സ്പെൻസ് ആവുന്നുള്ള നോക്കി അത് റീഇംബേഴ്സ് ചെയ്യാൻ വിൽ ട്രൈ ടു റീഇംബേഴ്സ് ദാറ്റ് ടു. ഓക്കെ. അതല്ലാതെ ബാക്കി സ്കൂൾസിലെ എല്ലാവർക്കും നമ്മൾക്ക് 500 രൂപ വരെ മാക്സിമം വിൽ റീഇംബേഴ്സ്. ATL സ്കൂളുകൾക്ക് അഡീഷണൽ എമൗണ്ട് നിങ്ങളുടെ ATL ഫണ്ടിൽ നിന്നും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. ട്രാവലിന്റെ ഡീറ്റെയിൽസ് അതാണ്. ലഞ്ച് ക്യാൻ ഈറ്റൺ നിയർ അവർ പ്രോട്ടോടൈപ്പ് ഓർ ദർ ബി ലൈക്ക് എ റൂം ഫോർ ലഞ്ച്. നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാനായിട്ട് സ്പേസ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോട്ടോടൈപ്പിന്റെ അടുത്തിരുന്ന് ലഞ്ച് കഴിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ലഞ്ച് കഴിക്കുന്നതിന്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ട്രൈ ടു കീപ് ദി പ്ലേസ് ക്ലീൻ, നീറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പാക്ഡ് ആയിട്ടുള്ള ലഞ്ച് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. So if you spill water on your electronic components, it is and it stops working, it is your problem. Okay. So when you're eating lunch, you should be very careful that you do not damage your electronic components. സോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് മൊത്തം പേര് ഒന്നിച്ച് പോയി കഴിക്കുന്നതിന് പകരം 1-2 പേര് കഴിക്കുമ്പോൾ കഴിക്കുന്ന ആൾക്കാർ മാക്സിമം ഫുഡ് കഴിക്കുന്നിടത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ദാറ്റ് വുഡ് ബി ബെസ്റ്റ്. അങ്ങനെയല്ല നിങ്ങൾ പ്രോട്ടോടൈപ്പിന്റെ അടുത്ത് വന്നെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് സ്പില്ലായി നിങ്ങളുടെ ഇലക്ട്രോണിക്സിന് എന്തെങ്കിലുമൊക്കെ, നിങ്ങളുടെ പ്രോട്ടോടൈപ്പിനും ഒക്കെ ഡാമേജ് ഉണ്ടാക്കാതെയൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഓക്കെ. Next is, will we be able to buy snacks in between prototype making from canteen? If not, can we bring our own? So നിങ്ങൾക്ക് സ്നാക്സ് കൊണ്ടുവരാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗിൽ സ്നാക്സ് കൊണ്ടുവരാം. നമ്മൾ നിങ്ങൾക്ക് മോർണിംഗ് സ്നാക്സ് ആൻഡ് ടീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ഈവനിങ്ങും സ്നാക്സ് ആൻഡ് ടീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതല്ലാതെ നിങ്ങൾക്ക് അഡീഷണൽ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇതൊരു സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലെ ക്യാൻറ്റീൻ മോസ്റ്റ്ലി ഓപ്പൺ ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഫുഡോ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മേടിച്ച് യു ക്യാൻ ഹാവ് ഇറ്റ് വിത്ത് യു. ഓക്കെ. സോ അതൊന്നും കുഴപ്പമില്ല. Next is, the component question was indeed asked by a student. What you misunderstood is exactly what I meant. When components are not available at all or last minute use, mention from Arduino failure experience. Okay, so it was not So clear, we but are, what I we understood are is, ma'am, testing. yeah. We are testing every single component we are giving you, sir. Every component is being thoroughly tested. So everything we are making sure it is working before we bring it to the venue. Right now, while this problem is happening, while the competition is happening, if suppose one team's Arduino stops working, we'll have a few backups. Okay. If we need more, that's why I'm saying you please send this question to us offline. Let us consider it. We will also discuss this with the AIM team and then we will get back to you about it. Yeah. But we should have working Arduino and working electronic components for every team. One will be there. We'll have a couple of spares also. If we need more, we will discuss this. ഓക്കെ. നിങ്ങൾക്ക് അപ്പം ഡൗട്ട് എന്തെന്നുള്ളത് അത് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം, നമുക്കത് കൺസിഡർ ചെയ്യാം. AIM ടീമിനോട് ചോദിച്ചിട്ട് വിൽ സീ വാട്ട് ടു ഡു.
Very well, seems this issue is more common than expected. ദിസ് ഇഷ്യൂ വോണ്ട് ബി കോമൺ ഹിയർ. നമ്മൾ അതാ മാം ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ മാക്സിമം നമ്മൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ 17th ഹാർഡ്വെയർ പ്രൊക്വയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന എല്ലാ കോമ്പോണൻസും വർക്കിംഗ് ആണെന്ന് എൻഷുർ ചെയ്തിട്ടായിരിക്കും തരുന്നത്. നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാമേജ് ആയാൽ റിപ്ലേസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സ്പെയറും ഉണ്ടാവും. അതിന് മുകളിൽ നിങ്ങൾ ലൈക്ക് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ 20 ഡാമേജ് ആവുന്നു, വിച്ച് വി ഡോണ്ട് എക്സ്പെക്ട്. ബട്ട് അങ്ങനെ ഒരു കേസാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് നമ്മൾക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുക നമ്മൾക്ക്. എന്നിട്ട് ഓക്കെ, ഇഷാൻ ചാറ്റിൽ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. Just ലെറ്റ് ഹിം ജോയിൻ, ബിക്കോസ് മുഹമ്മദ് ഇഷാന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. മുഹമ്മദ് ഇഷാൻ ജസ്റ്റ് ഇപ്പൊ ജോയിൻ ആയതേ ഉള്ളൂ. സോ മുഹമ്മദ് ഇഷാൻ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നിങ്ങൾ പറഞ്ഞ പോലെ എക്സ്ട്രാ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഈ സെയിം കോമ്പണന്റ് ബാക്കപ്പ് ആയിട്ട് കൊണ്ടുവരണമെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. നമ്മൾ അടൽ ഇന്നോവേഷൻ മിഷന്റെ ടീമായിട്ട് കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിത് ഓഫ്ലൈൻ ആയിട്ട് ഇതിന്റെ ഒരു ഡിസിഷൻ എടുക്കാം. എന്നിട്ട് ലേറ്റർ നമുക്ക് വേറൊരു എപ്പോഴെങ്കിലും സെഷൻ വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവരെയും ഇൻഫോം ചെയ്യാം. Okay. Next is, if no cabins, can you keep team of different problems together to stop copying? You can't guarantee that teams will not copy each other's or get inspiration. Okay, that is a student's concern, I think. Ma'am, do you want to answer this one? See, the thing is, we are going to reveal the problem statements. We will assign tables. As the students are registering, students will be assigned tables. And then we will reveal the problem statement at the end of the inauguration ceremony. The last thing in the inauguration ceremony will be revealing the problem statement. Now, we don't know which student, which team is going to pick what statement, right? So we won't be able to rearrange everybody because that will not help. We have to start the makeathon, hackathon, whatever we call this event. So we have to get it started. So we will ask every team, you be discreet about it. Don't talk in a very loud voice. And in general, there is only time from 9:45 to 3 p.m. So in the past, we haven't seen this as a big problem. Children tend to try to finish their own idea. They don't have the time to go around looking for other ideas and copying. So usually there is no time for this. കറക്റ്റ്. ഐ ഓൾസോ എഗ്രി വിത്ത് ദാറ്റ്. ഞാനും അത് തന്നെ ആലോചിച്ചത്. നമുക്ക് ആകെ 5 മണിക്കൂർ പ്രോട്ടോടൈപ്പിങ്ങിനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആ ഒരു ദിവസമാണ് തരുന്നതും. സോ അതിന് ഐഡിയേറ്റ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്യാനുള്ള സമയം തന്നെ അന്ന് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു ഐഡിയ വേറൊരു ടീം നിങ്ങളുടെ അത് നോക്കി കോപ്പി ചെയ്ത് അവർക്ക് അറിയാത്തൊരു സംഭവം അല്ലെ അവരുടെ ഐഡിയ അല്ലാത്ത ഒരു ഐഡിയ എടുത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി നോട്ട് മേക്ക് ഇറ്റ് അപ് ടു യു. നിങ്ങളുടെ കോപ്പി ചെയ്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാനുള്ള ഒരു സമയം പോലും നമുക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പാസ്റ്റിലൊന്നും ഇങ്ങനെ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. ആൻഡ് ഈ ഒരു 5 hours ഇത് ചെയ്യുന്നത് ഭയങ്കര ഇറ്റ്സ് എ വെരി റെയർ തിങ് ടു ഹാപ്പൻ. സോ ഡോണ്ട് വെറി, അത് ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും അപ്പം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് നമ്മൾ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി വിൽ ഡു ഇറ്റ്. ഓക്കെ. Sir, can we bring materials like chart papers for the presentation, or if we provide chart paper, could we be able to bring stuff like markers, glue, etc.? And also, will we be able to take printout of documents? So, chart papers, മാർക്കേഴ്സ്, ഗ്ലൂ, സ്കെച്ച് പെൻസ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇതൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട, ആൻഡ് ഇതൊന്നും നിങ്ങൾ കൊണ്ടുവരരുത്. സോ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നത്. അതാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒരു മെയിൻ എയിം അല്ലെങ്കിൽ അജണ്ട. അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈക്വൽ ആക്സസ് ആണ് കൊടുക്കുന്നത് ഹാർഡ്വെയർ. അപ്പോൾ നമ്മൾ ഒരു ടീമിന് എക്സ്ട്രാ ചാർട്ട് പേപ്പേഴ്സും നിങ്ങൾക്ക് എക്സ്ട്രാ പെൻസും എക്സ്ട്രാ കളേഴ്സും ഒക്കെ കൊണ്ടുവരാൻ പെർമിറ്റ് ചെയ്താൽ അത് നമ്മളുടെ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ അഫക്ട് ചെയ്യും. കോമ്പറ്റീഷനിലെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെ എല്ലാവർക്കും ഈക്വൽ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഈക്വൽ ഫെസിലിറ്റിക്ക് ആക്സസ് കൊടുത്തിട്ട് ആ ഒരു ലിമിറ്റഡ് ഫെസിലിറ്റിക്കുള്ളിൽ നിന്ന് ഓരോ കുട്ടികളുടെ ടീമും എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യുന്നു. അതാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ തന്നെ ഹൈലൈറ്റ്. സോ അതിനെ ബ്രേക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങളൊരു എക്സ്ട്രാ കോമ്പണന്റോ അല്ലെങ്കിൽ എക്സ്ട്രാ ചാർട്ട് പേപ്പേഴ്സും മാർക്കേഴ്സും ഒക്കെ കൊണ്ടുവരുമ്പോൾ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ചാർട്ട് പേപ്പറാണ് കൊടുക്കുന്നതെങ്കിൽ 2 ചാർട്ട് പേപ്പറാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ടീമിനും 2 ചാർട്ട് പേപ്പറേ കൊടുക്കത്തുള്ളൂ. 2 ചാർട്ട് പേപ്പർ കൊടുക്കുകയും ചെയ്യും.
മനസ്സിലായോ? മാർക്കറാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാവർക്കും 5 മാർക്കർ കൊടുക്കും. അപ്പോൾ എവറി വൺ ഗെറ്റ്സ് ഈക്വൽ. നിങ്ങൾക്ക് കളേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാവർക്കും സെയിം കളേഴ്സ് കൊടുക്കും. അപ്പോൾ ആർക്കും എനിക്ക് കിട്ടി അവർക്ക് കിട്ടിയില്ല എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. എക്സ്ട്രാ ആയിട്ടൊന്നും കൊടുക്കുന്നതും ഉണ്ടാവില്ല. സോ എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഐറ്റംസ് എന്താണോ, നിങ്ങൾക്ക് കിട്ടുന്ന ഹാർഡ്വെയർ എന്താണോ, അതിനുള്ളിൽ നിന്നുകൊണ്ട് യു ഹാവ് ടു മേക്ക് ദി പ്രോട്ടോടൈപ്പ്. അതാണ് നമ്മുടെ ഒരു മെയിൻ ചാലഞ്ച് ആൻഡ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഹൈലൈറ്റ് തന്നെ. Okay. Next question is, can bring backup components just in case, which is mentioned in your list. As you said, you have limited extra. That's what I think the student asked. Where can I ask you personally this question? WhatsApp, email. So everyone is asking the same question, ma'am. What they are concerned is that can they bring the same component as a backup personally, so that just in case there we don't have enough, then they can use their own hardware of the same make. Uh, I think maybe if you bring extra, then we'll have to like keep our like at a time. ഒരാൾക്ക് like for one person we can't give like 2 or 3 hardware to work with, which is not at all fair. So what do you think, ma'am, on this? So This is right coming up now, again. yeah, right now our answer is no, please allow us to do this. If there is an exception, then we will consider it. But for now, let us just go with the answer. Don't bring anything, any hardware with you, right? If there is an exception like that, we will take it on a case by case basis. I understand you don't see any reason for not letting them bring the backup. I completely agree with you. That's why I said we will take it on a case by case basis. The only thing is, in the name of some student says it is not working, and then they use the backup. And then after some time they say, oh, it is working. So now you have two components. So one team now gets to work with two components because they just pretended that it is not working, used a backup, and then have another. So it gives an unfair advantage. That's why we are telling, please allow us to make this competition fair for everyone. We are not saying don't bring the backup. Don't bring the backup inside the venue. You can keep it on the side. If such a situation happens, that there is no other way, we are run out of component, yet you have a backup in your backpack somewhere, and if you use that, you can actually complete it. Then as a case by case basis, I'm not saying no. All we are saying is, let us keep it as an exception. Let us not have it as a rule. So in general, the rule is everybody gets only one Arduino. That's it. That is the rule. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നമ്മളുടെ കോമ്പറ്റീഷന്റെ റൂൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാർഡ്വെയർ വെന്യൂവിൽ എന്ത് ഹാർഡ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ ഹാർഡ്വെയർ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കിനി അത്രയും ഒരു ഫിയർ ആണ് നിങ്ങളുടെ കോമ്പണന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പണന്റ് ഡാമേജ് ആവും ഫോർ ഷുവർ, ആൻഡ് നമുക്ക് ബാക്കപ്പ് ഉള്ള സ്പെയറും തീർന്നു പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മാത്രം ആ ഒരു കോമ്പണന്റ് ഇല്ലാത്തത് കാരണം നിങ്ങളുടെ പ്രോട്ടോടൈപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ബാക്കപ്പ് ഹാർഡ്വെയർ കൊണ്ടുവരുന്നത് പ്രോബ്ലം ഇല്ല. അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കൊണ്ടുവന്നോളൂ, ആൻഡ് നിങ്ങളത് വെന്യൂവിന്റെ സൈഡിലോ വെളിയിലോ ആയിട്ട് യു ക്യാൻ കീപ് ഇറ്റ്. യു കാൺ യൂസ് ഇറ്റ് അൺടിൽ നിങ്ങൾക്ക് ഒരു നമ്മൾ തന്ന ഹാർഡ്വെയറിന് ഒരു ഇഷ്യൂ ഉണ്ടായി, നമ്മുടെ സ്പെയർ ഹാർഡ്വെയറും തീർന്നു, നിങ്ങളുടെ കയ്യിൽ അതിന്റെ സെയിം ഒരെണ്ണം നിങ്ങളുടെ ബാഗിലുണ്ട്. സോ നിങ്ങൾക്ക് അതെടുത്ത് ഉപയോഗിച്ചാൽ മാത്രമേ പ്രോട്ടോടൈപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിരിക്കും ഇത്. അങ്ങനെ ഒരു സിനാരിയോ വരുവാണെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്താൽ നമുക്കത് അപ്പോൾ കൺസിഡർ ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതാണ് മാം നിങ്ങൾക്ക് പറഞ്ഞത്. Yes, and sir, I agree with you. They have also asked, what if we give back the return damaged component and use the backup? That's what we are saying. That's why we said, I didn't say no to you. Let us take it on a case by case basis. Let that situation come, and if it is absolutely needed, we are not going to deny a team their rightful thing because we didn't have a working hardware. No, we won't do that. We are also very fair. Just that, let us not make it a rule. It is an exception, not the rule. അത്രേ ഉള്ളൂ. അത് പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അങ്ങനെ അതാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒരു റൂൾ എന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കാം. ഇറ്റ്സ് അപ് ടു യു.
പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് അങ്ങനെ ഒരു ഒക്കേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അറ്റ് ദാറ്റ് ടൈം വി വിൽ കൺസിഡർ ഇറ്റ്. എന്നിട്ട് നമുക്കത് കേസ് ബൈ കേസ് ബേസിസിൽ അതിന്റെ ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം സർ. ഓക്കെ, സോ നമ്മളുടെ ചാറ്റ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് എ വെരി ലോങ് സെഷൻ. ഒരുവിധം എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നത് പോലെ ഒരു ആൻസർ തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വിക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഫൈനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സൃഷ്ടി 2025 ഫൈനലിസ്റ്റ് എന്ന പേരുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ എല്ലാ ടീച്ചേഴ്സിനും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക്. നിങ്ങളുടെ 43 ടീംസിന്റെയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ രജിസ്റ്റർ ചെയ്ത ടീച്ചേഴ്സിന്റെ കോൺടാക്റ്റിൽ അവരെ വിളിച്ച് ഇൻഫോം ചെയ്ത് അവരെല്ലാം ആഡ് ചെയ്ത് അവർ നിങ്ങളുടെ സ്റ്റുഡൻസിനെയും ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ ആരെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അവരെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ഇവന്റിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ പുതിയ ഡൗട്ട്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഇത് മാത്രമല്ല, നമുക്ക് 19th നമ്മുടെ മെന്ററിംഗ് സെഷൻസ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സിമിലർ ആസ്മി എനിത്തിങ് ഒരു സെഷൻ നമ്മൾ വീണ്ടും വി ഹാവ് കെപ്റ്റ് അനദർ ആസ്മി എനിത്തിങ് സെഷൻ. അതായിരിക്കും നമ്മുടെ ഫൈനൽ ആസ്മി എനിത്തിങ് സെഷൻ. അപ്പൊ അന്ന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അത് അന്നും ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ ഈ ഒരു സെറ്റപ്പ് നിങ്ങളുടെ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് നിങ്ങളുടെ സ്മൂത്ത് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ താങ്ക് യു എവ്രി വൺ. Do you have? Oh, there is one question that just came. അതെ കമന്റ് ഇട്ടിട്ടുണ്ട്. Okay. More questions have come. Yeah, Is there any dress codes, as in should we wear the uniform or specific type of dress? We don't require a dress code. If you want, you can come in your school uniform. If you want, you can come it is up to you. Your school decides what you should wear. We require that we have certain dress code in the sense that we should have the full body covered. There is a specification on the length of the clothes that we require you to wear. We will share that information to you, but wearing uniform is not a required condition. You can wear your daily wear clothes also, but we believe it should be a modest style of dressing. Yeah. Uniform or color dress, both are okay, but the color dress has to be very modest. Okay. നമ്മളെ മര്യാദയായിട്ട് എല്ലായിടത്തും ധരിക്കുന്നത് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരാം. അത് യൂണിഫോം ആവണമെന്നില്ല, കളർ ഡ്രസ് ആവണമെന്നില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ യൂണിഫോം ഇട്ട് അറ്റൻഡ് ചെയ്യുമെന്ന് നിങ്ങളുടെ സ്കൂൾ റെക്കമെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ യൂണിഫോം ഇട്ട് വന്നോളൂ. നമ്മളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ യൂണിഫോമേ ഇടാവുള്ളൂ. നിങ്ങൾ കളർ ഡ്രസ് ഇട്ടുവിടാന്നില്ല. നിങ്ങൾക്ക് യൂണിഫോമോ കളർ ഡ്രസ്സോ ഇടാം. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ID കാർഡ്സ് തരുന്നുണ്ടായിരിക്കും, ഒരു വെൽക്കം കിറ്റ് തരുന്നുണ്ടായിരിക്കും. ID കാർഡ്സിൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ആരാന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പാർട്ടിസിപ്പന്റ് ആണെങ്കിൽ പാർട്ടിസിപ്പന്റ് എന്നും, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്നും, ഓർഗനൈസർ ആണെങ്കിൽ ഓർഗനൈസർ എന്നും ഒക്കെ മെൻഷൻ ചെയ്ത് നമ്മൾ ID കാർഡ്സ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ID കാർഡ്സ് ആയിരിക്കും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ സൈഡിൽ നിന്ന് ID കാർഡ്സ് യൂസ് ചെയ്തായിരിക്കും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രസ്സിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂണിഫോം അല്ലെങ്കിൽ കളർ ഡ്രസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെയർ ചെയ്യാം. സർ, will there be first aid kits or nurses just in case because students are using a hot gun and hot glue and tools? So Yes, ma'am. Please go ahead. It is a university, so we do have a clinic there. Facility is there. We will try and make sure that it is staffed for the day. So there is someone available for any emergency. But we will also make sure that the mentor who is with the children all day is also there to make sure that the children are safe and they do not hurt themselves.
ആൻഡ് ഈ സോൾഡറിങ് അയൺ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ ഉള്ള ബൂത്തിൽ നമ്മൾക്ക് 2 വോളണ്ടിയേഴ്സിനെ വെച്ച് എല്ലാ ബൂത്തിലും ഉണ്ടായിരിക്കും, 2 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യേണ്ട ആ ഒരു ഓപ്പറേഷൻ എന്താന്ന് വെച്ചാൽ അത് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. സ്റ്റുഡൻസ് ആയിട്ട് ഡ്രില്ല് ചെയ്യാനോ ഗ്ലൂഗൺ എടുത്ത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സോൾഡർ ചെയ്യാനോ ഒക്കെ ചെയ്യാതെ 2 3 വോളണ്ടിയേഴ്സിന് നമ്മൾ അവിടെ ഒരു ക്രൗഡ് വരുന്ന അനുസരിച്ച് നമ്മൾ അസൈൻ ചെയ്യാം. അപ്പൊ ആ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഈ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും മാം പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്സിഡൻസോ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ എമർജൻസി എയ്ഡ് ആയിട്ടുള്ള സർവീസസ് നമുക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. Can you read Fatima's last? യൂണിഫോം ഓർ കളർ ഡ്രസ് എന്ന് ചോദിച്ചത് ആൾക്ക് ക്ലിയർ ആയില്ല എന്നാ പറയുന്നേ. ഓ, ഇറ്റ്സ് നോട്ട് ക്ലിയർ അബൌട്ട് ദി ഡ്രസ് കോഡ്. അതെ. Can you translate this, Archana? It is okay to wear both the uniform and the color dress, but the color dress has to be very modest. Like you should, what you will wear in a public setting, like if there is an important function in your school, you will wear a modest color dress. That kind of a color dress is okay. Yes, ഓക്കെ. ma'am. ചേട്ടൻ പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ആ ഡ്രസ്സിന്റെ കാര്യം തന്നെ പറയാൻ വന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ആഫ്റ്റർ ഓൾ ടീച്ചേഴ്സ് അക്കമ്പനി ചെയ്യുന്നത് ടീച്ചേഴ്സ് അത് എൻഷുർ ചെയ്യുന്നു വിചാരിക്കുന്നു. യൂണിഫോം ആണെന്ന് തോന്നുന്നു മെയിൻലി ഡൗട്ടായിട്ട് അവർ ചോദിച്ചത്, യൂണിഫോം ഇട്ട് വരണം എന്നുണ്ടോ എന്നുള്ളത്. കളർ ഡ്രസ്സിൽ നീറ്റായിട്ടുള്ള കളർ ഡ്രസ്സ് ധരിച്ച് തന്നെയായിരിക്കും എല്ലാ കുട്ടികളും വരാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ യൂണിഫോം ഇടണം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. നമ്മൾക്ക് ഈ ഡ്രസ് കോഡിൽ യൂണിഫോം വേണം കളർ ഡ്രസ് വേണം എന്നുള്ള ഒരു റിക്വയർമെന്റ്, അല്ലെങ്കിൽ യൂണിഫോം വേണം എന്നൊരു റിക്വയർമെന്റ് ഇല്ല. ഓക്കെ, നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് യു ക്യാൻ കം. ടീച്ചർ വിൽ നോട്ട് ബി ഏബിൾ ടു സപ്പോർട്ട് ദി സ്റ്റുഡന്റ്. ടീച്ചർ വിൽ നോട്ട് ബി ഏബിൾ ടു സപ്പോർട്ട് ദി സ്റ്റുഡന്റ് എന്ന് വെച്ചാൽ ടീച്ചർ നിങ്ങളുടെ പ്രോട്ടോടൈപ്പിങ്ങിലും ഐഡിയേഷനിലും ടീച്ചേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ ട്രാവലിലും അവിടെ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് തരുന്നതിലും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നതിലൊക്കെ ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, 9 മണി തൊട്ട് 3:15 വരെ നിങ്ങളുടെ പ്രോട്ടോടൈപ്പിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മെന്റർ ഉണ്ടായിരിക്കും. ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, സ്റ്റുഡൻസിനുള്ള കോമ്പറ്റീഷൻ ആണ്. സോ ടീച്ചേഴ്സ് നിങ്ങളെ പ്രോട്ടോടൈപ്പിങ്ങിലും ഐഡിയേഷനിലും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ബട്ട് നിങ്ങളുടെ കൂടെ അവർ അക്കമ്പനി ചെയ്യുന്നുണ്ടല്ലോ. ഓഫ് കോഴ്സ് എല്ലാ ടീമിന്റെ കൂടെ ഒരു ടീച്ചറും കൂടെ അക്കമ്പനി ചെയ്യണം. ഐ എം ജസ്റ്റ് റിമൈൻഡിങ് ദാറ്റ്. സോ ഒരു ടീച്ചർ എല്ലാ ടീമിന്റെ കൂടെയും ആ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാനും അവരുടെ ട്രാവലും ഇതൊക്കെ സ്കൂളിന്റെയും ടീച്ചേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് എൻഷുർ ചെയ്യാൻ ഒരു ടീച്ചർ, എല്ലാ ടീമിന്റെ കൂടെ ഒരു ടീച്ചർ ഉണ്ടാവുക. പക്ഷെ ആ ടീച്ചേഴ്സ് നിങ്ങൾ പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല. ഓക്കെ. Advait has asked a question. Does every team, is it provided with stalls to work or in an auditorium? So it is a big open space that we have. It is an auditorium and we will have tables arranged for all the 43 teams. We'll have square tables or round tables, whatever the facility we are able to get for each team, right? And each team's table will be a little bit away from each other. They are not right next to each other. So it will be arranged in the entire auditorium. It will not be a booth or a stall. Okay. ഓക്കെ, ഒരു ബൂത്തോ സ്റ്റോളോ ആയിരിക്കില്ല. ഒരു വലിയ ഹാള് അല്ലെങ്കിൽ വലിയൊരു ഓഡിറ്റോറിയം നമുക്കുള്ളത്. ആ ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം സ്പേസ്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ടേബിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ ടേബിൾസിൽ ഇരുന്നിട്ടായിരിക്കും ഓരോ ടീം വർക്ക് ചെയ്യുന്നത്. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ ഇസ് അണ്ടർസ്റ്റുഡ് എന്ന് നമുക്ക് അദ്വൈത് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ക്യാൻ വി ബ്രിങ് 2 ATL ടീച്ചേഴ്സ്? ഒരു ടീമിന്റെ കൂടെ they are asking, can they bring 2 teachers? Like one team can bring 2 teachers. So any number of teachers can accompany you. We can only provide a reimbursement of 500 rupees per team, right? The ATL, you can take the remaining funds for travel from the ATL funds of the school. So AIM has given the permission for all ATL schools to take travel funds from the AIM funds. Yes, you can bring 2 teachers, but neither of the teachers will be with you during the makeathon or the hackathon. All teachers will be attending a teacher training session.
which is separate. You will be working with your teachers. Your mentors. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടീച്ചേഴ്സിനെ കൊണ്ടുവരാം. പക്ഷെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ പ്രോട്ടോടൈപ്പിങ്ങിന്റെ സമയത്ത് ഉണ്ടാവില്ല. അവർക്ക് വേറൊരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ ഒരു സമയം മൊത്തം വെറുതെ ഇരുന്ന് അവർ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. ദേ ഹാവ് സം അതർ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് സെഷൻ വിച്ച് വി ഹാവ് പ്ലാൻഡ്. അങ്ങനെ ഒരു സെഷൻ ടീച്ചേഴ്സിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ പ്രോട്ടോടൈപ്പിംഗ് സമയത്ത് നമ്മളുടെ സ്റ്റുഡൻസ് നിങ്ങൾ തന്നെ ആയിരിക്കും പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുന്നത്. ദർ വിൽ ബി മാക്സിമം 3 ചെയർസ് പെർ ടീം, റൈറ്റ്? നമ്മൾ അറേഞ്ച് ചെയ്യാൻ നേരത്ത് ഐ ഡോണ്ട് തിങ്ക് വൈ, ഐ വണ്ടർ വൈ ഓൾ ദിസ് മാറ്റേഴ്സ്. മേ ബി സംതിങ് ദേ ആർ തിങ്കിങ്. ഓക്കെ, പക്ഷെ എല്ലാ ടേബിളിലും നമ്മൾ 3-4 ചെയേഴ്സ് അറേഞ്ച് ചെയ്യാം. അവിടെ ഒത്തിരിയും ചെയേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ ചെയേഴ്സ് ഒക്കെ നമ്മളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അതൊന്നും വിഷമിക്കേണ്ട. വലിയ ഹോളാണ്. നമുക്ക് അത്യാവശ്യം നല്ല സീറ്റിംഗ് ഉണ്ട്. ടേബിൾസ് 43 ടീമിനും ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചെയേഴ്സും അവിടെ ഉണ്ടായിരിക്കും. വെൻ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് അവർ മെന്റേഴ്സ്? മാക്സിമം ബൈ ട്യൂസ്ഡേ നമ്മളെല്ലാ മെന്റേഴ്സും നിങ്ങളെ കണക്ട് ചെയ്യാൻ വിൽ ട്രൈ. നമ്മളിപ്പോൾ എല്ലാ ടീമിലും ഉള്ള സ്റ്റുഡൻസിനെ പിക്ക് ചെയ്ത് നിങ്ങൾക്ക്, അല്ലെ ടീംസിന്, നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും IEEE നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് ഞാൻ മെൻ ചെയ്തത് കോളേജ് സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് മെന്റേഴ്സ് ആയിട്ട് ചൂസ് ചെയ്ത് അവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ മാക്സിമം ട്യൂസ്ഡേയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മെന്റേഴ്സ് അസൈൻ ആവും. അവർ നിങ്ങളെ കോൺടാക്റ്റും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. So that any other question, maybe we can stop sharing, Pranav. Yes. So does anybody have any other question? Do you want to know anything more? So as Pranav said, we will have one more session, Ask Me Anything, towards the end of the training. So that will be just 1 or 2 days before the event. Now, having said that, both Pranav and I are in the finalist group, okay? It is not like you have to wait for an Ask Me Anything session to ask your questions. You can always ask us in the group. You can also message us in our WhatsApp. But I will tell you this, I get about 200 to 300 WhatsApp messages every day, right? Every day I get a lot of messages. So sometimes I miss messages. So please put it in the group. There are more chances that at least one of us will read the message. Don't message me directly. But if it is something really personal and private that you need to ask, please, you can message me also. I am in the group. You will find me. My name again is Gayatri, and Pranav and Archana. The 3 of us are the ones who conducted this session today. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം എൻ്റെ പേര് പ്രണവ് എന്നാണ്. ഗായത്രി മാമാണ് നിങ്ങളോട് സംസാരിച്ചത്. പിന്നെ നിങ്ങൾക്ക് അർച്ചനയും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. സോ നമ്മൾ എല്ലാവരും നിങ്ങളുടെ സൃഷ്ടി 2025 ഫൈനലിസ്റ്റ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളെ കൂടാതെ ഇതിന്റെ ഓർഗനൈസർ സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാരും കൂടെ ആ ഗ്രൂപ്പിലുണ്ട്. സോ ഇവരെല്ലാവർക്കും നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നതിന് പകരം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ആ മെസ്സേജ് കാണാനും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ബട്ട് ഇൻ കേസ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട്. നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ മാമിനാണെങ്കിൽ മാമിന് നിങ്ങൾക്ക് മാമിന്റെ കോൺടാക്ട് അതിലുണ്ടായിരിക്കും, ഗായത്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കോൺടാക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാം. പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ അത് ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള റിപ്ലൈ കിട്ടും. ഓക്കെ. So again, Fatima has asked about the travel. So in general, from Shrishti, we will be reimbursing 500 rupees for each team. Okay, every team gets 500 rupees reimbursement from the organizers of Shrishti. Now, if your school is an ATL school, Atal Innovation Mission has allowed you to take the remaining funds for your travel from the ATL funds of your school. So you don't need to spend your personal money. You can take the ATL funds in your school to travel to fund your travel.
If you are a non-ATL government school, then please don't worry about it. We will support your travel. Okay. If you are that is, you are a government school and you do not have an ATL lab, don't worry about it. We will support your travel. So Pranav, can you just translate that? യെസ് യെസ്. സോ മാം പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ നമ്മളിത് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ സൃഷ്ടി ഓർഗനൈസിംഗ് ടീമിന്റെ സൈഡിൽ നിന്നും എല്ലാ ആൾക്കാർക്കും, എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടീമിനും 500 രൂപ വെച്ച്, 500 റുപ്പീസ് അഥവാ 500 രൂപ വെച്ചിട്ട് നമ്മൾ റീംബേഴ്സ് ചെയ്യും ട്രാവലിന്. നിങ്ങൾ ജസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ടിക്കറ്റ്സ് നമ്മൾക്ക് തരിക. അപ്പൊ 500 രൂപ വരെ നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്യാൻ പറ്റും. 500 രൂപ താഴെയാണ് നിങ്ങളുടെ ടിക്കറ്റ് ചാർജ് എങ്കിൽ അത് എത്ര രൂപയാണോ അത്രയും രൂപ നിങ്ങൾക്ക് റീംബേഴ്സ് ചെയ്യാൻ പറ്റും. 500 രൂപ കൂടുതലായെങ്കിലും നമുക്ക് 500 രൂപ വരെ റീംബേഴ്സ് ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞ് അധികം എക്സ്ട്രാ വന്നിട്ടുള്ള പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ ATL ലാബുള്ള ഒരു സ്കൂളാണെങ്കിൽ നിങ്ങളുടെ ATLന്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ആ പൈസ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ട്രാവലിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഏതെങ്കിലും റിമോട്ട് ആൻഡ് ആയിട്ടുള്ള റൂറൽ വില്ലേജസിലുള്ള ഗവൺമെന്റ് സ്കൂൾസ് എന്നുള്ള സ്കീം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ അത് ഒരു കേസ് ബൈ കേസ് ബേസിൽ നമ്മൾ കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് അത് നമ്മളെ ഇൻഫോം ചെയ്യാം. നിങ്ങൾക്ക് ട്രാവലിന് ഇത്തിരി അഡീഷണൽ എക്സ്പെൻസ് ആയി നിങ്ങൾ ഇത്ര ദൂരം നിന്നാണ് വരുന്നത് എന്നുള്ളത്. സോ അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപ കൂടുതലാണെങ്കിലും വിൽ ട്രൈ ടു കവർ ദാറ്റ്. അത് റീംബേഴ്സ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ ഇതാണ് ട്രാവലിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി താങ്ക് യു മെസ്സേജസ് ഞാൻ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇതിന്റെ ചാറ്റിൽ കാണുന്നുണ്ട്. സോ താങ്ക് യു ഓൾ. നിങ്ങൾക്കും നമ്മളുടെ സൈഡിൽ നിന്ന് താങ്ക് യു. ഇതിൽ ജോയിൻ ചെയ്തതിനും ഈ ഡൗട്ട്സ് എല്ലാം ചോദിച്ചതിനും. നിങ്ങൾ എല്ലാവരും ചോദിച്ച ഡൗട്ട്സ് നമ്മളുടെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് all the very best for all of you. I hope you'll have a wonderful time. നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും സൃഷ്ടി 2025 എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you. ഓക്കെ. സോ ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യാണ്. See you on 21st. See you all.